നമസ്കാരം. സംഘം ടോക്സിന്റെ മറ്റൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ജിജിത് നെടുമുറി രവിയാണ്. മുൻ ISRO ശാസ്ത്രജ്ഞനായ ഇദ്ദേഹം വേദങ്ങളെയും ഇതിഹാസങ്ങളെയും കുറിച്ച് ഗവേഷണം ചെയ്ത് അതിലൂടെ ഭാരതത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും പഠിക്കുന്നു. കഴിഞ്ഞ ചർച്ചയിൽ ഇദ്ദേഹം തന്റെ 3 പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഇദ്ദേഹം തന്റെ പഠനത്തിലൂടെ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് നമ്മളോട് പങ്കുവയ്ക്കുന്നു. നമസ്തേ ജിജിത് ജി, സംഘം ടോക്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ മലയാളത്തിലുള്ള രണ്ടാമത്തെ ടോക്കാണ്. അപ്പോൾ ആദ്യത്തെ ടോക്കിൽ 3 പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ടോക്കിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മഹാഭാരതം, രാമായണം തുടങ്ങിയ സംസ്കൃത പുസ്തകങ്ങളിലുള്ളത് നമ്മൾ ഇത് വളരെയധികം കൂടുതൽ ശ്രദ്ധയോടുകൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് മാപ്സ് ആദ്യം ഞാൻ പ്രസന്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെയ്യാനായിട്ട് ഹോസ്റ്റിനെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ സ്ലൈഡുകൾ കുറച്ച് മഹാഭാരതവും രാമായണം എൻ്റെ പുസ്തകങ്ങളിലുള്ള തന്നെ കുറച്ച് മാപ്പുകൾ ഇത് ആദ്യം തന്നെ കാണിക്കുകയാണ്. അപ്പം അതിനുശേഷം നമുക്ക് ഒരു വിശദമായ ഒരു ചർച്ചയിലേക്ക് തിരിയാമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിന്റെ കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടുതലും രാമായണം, മഹാഭാരതം എന്നീ പുസ്തകങ്ങളാണ്. ഋഗ്വേദത്തിൽ കേരളത്തിനെ കുറിച്ചുള്ള ഡയറക്റ്റ് പരാമർശങ്ങളില്ല. പക്ഷേ ഋഗ്വേദത്തിൽ സമുദ്രം എന്ന് പറയുന്ന സമുദ്രത്തെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളിൽ നാവികസേന, പിന്നെ ദൂര സ്ഥലങ്ങളിലുള്ള തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ യാത്രകളെ കുറിച്ചുള്ള ഒരു ചെറിയ പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിലെ തുറമുഖങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടാകാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ രാമായണത്തിലും മഹാഭാരതം രണ്ട് ഇതിഹാസങ്ങളിൽ വളരെയധികം വ്യക്തമായിട്ട് കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ 3 പുസ്തകങ്ങൾ, റിവേഴ്സ് ഓഫ് ഋഗ്വേദ, ഋഗ്വേദത്തിലെ നദികൾ, ജിയോഗ്രഫി ഓഫ് രാമായണ, രാമായണത്തിന്റെ ഭൂമിശാസ്ത്രം, ജിയോഗ്രഫി ഓഫ് മഹാഭാരത, മഹാഭാരതത്തിന്റെ ഭൂമിശാസ്ത്രം. അപ്പം ഈ 3 പുസ്തകങ്ങൾ ഒരു ജിയോ ക്രോണോളജി സീരീസ് ആയിട്ട് ഞാൻ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മാപ്പുകളാണ് ഇപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ദർശിക്കാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള രാമായണത്തിലെ പരാമർശങ്ങളാണ് ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിൽ ഒരു 4 സർഗങ്ങളുണ്ട്. അത് 4 സർഗങ്ങളിൽ വാനരാജാവ് സുഗ്രീവൻ വാനരസേനയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതിൽ പറയുന്നത് ഇന്ന സ്ഥലങ്ങളിൽ നമുക്ക് സീതയെ അന്വേഷിക്കാം എന്ന് പറയുന്ന ഒരു സർഗങ്ങളുണ്ട്. അപ്പം അതിൽ ദക്ഷിണ ഭാഗത്തേക്ക് പോകാനായിട്ട് ഉള്ള ഒരു നിർദ്ദേശങ്ങളിൽ നമ്മൾ പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം പരാമർശിക്കുന്നത് കേരളം എന്നാണ്. കേരളം എന്നുള്ള ആ ഒരു പരാമർശം നമ്മളവിടെ കാണുന്നു. അതിൽ തന്നെ കേരളത്തിൽ തന്നെ ചില നഗരങ്ങൾ, അതായത് നമ്മളുടെ മരീചി പട്ടണ എന്നുള്ള ഒരു നഗരത്തെക്കുറിച്ച്, ഒരു തുറമുഖ നഗരത്തെക്കുറിച്ച് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മരീചി പട്ടണത്തിന്റെ 2 പ്രധാനപ്പെട്ട ലൊക്കേഷൻ, 2 സ്ഥാനങ്ങൾ നമ്മൾ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് കൊടുങ്ങല്ലൂർ മുസിരിസ് എന്ന് പറയുന്നത്, പിന്നെ ഒരു തിരുവനന്തപുരം കന്യാകുമാരി അതിർത്തി പ്രദേശത്തുള്ള മുരിഞ്ചി എന്നുള്ള ഒരു പ്രദേശം. ഈ 2 പ്രദേശങ്ങളാണ് മുസിരിസ് അഥവാ മരീചി പട്ടണം എന്ന് കേരളത്തിലുള്ള ഒരു നഗരത്തെക്കുറിച്ച് രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അതിന് കൂടെ തന്നെ പാണ്ഡ്യരുടെ തുറമുഖം കോർക്കെ, അതിനെ പാണ്ഡ്യ കവാടം എന്നും ഇതേ രാമായണത്തിൽ തന്നെ ഇതേ സർഗത്തിൽ തന്നെ കിഷ്കിന്ധാകാണ്ഡത്തിലുള്ള സർഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറച്ചുകൂടി ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പരാമർശങ്ങളും നമുക്ക് രാമായണത്തിന്റെ ഈ സർഗത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങൾ, അത് ഇപ്പോഴുള്ള ശ്രീലങ്ക ആണ് ലങ്ക എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ അടിയുറച്ചിട്ടുണ്ട്. പക്ഷേ രാമായണത്തിലെ മറ്റു പല ലങ്കകളുള്ള സാധ്യതകളെ കുറിച്ചും പറയുന്നുണ്ട്. അതിലൊന്ന് കന്യാകുമാരി പ്രദേശത്തുള്ള ഈ തെക്കുമല എന്ന ഒരു മലയാണ്. അപ്പൊ ആ തെക്കുമലയെ കുറിച്ചും അതൊരു
ലങ്കയെന്ന് സൂചിപ്പിക്കത്തക്ക വിധത്തിൽ പരാമർശമുണ്ട്. അതിന് വടക്കായിട്ട് മഹേന്ദ്ര പർവ്വതം, മഹേന്ദ്രഗിരി, അതും നമുക്ക് ഈ മാപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാണ്ഡ്യ രാജ്യത്തെയും കേരള രാജ്യത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മലയപർവ്വതം, അതെന്നാണ് മലയാളം എന്ന വാക്കുണ്ടായത് എന്നുള്ളതാണ് ഒരു ഒരു വസ്തുത. അതിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു പർവ്വത ഒരു കൊടുമുടിയാണ് ഈ മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ISROയുടെ തന്നെ മഹേന്ദ്രഗിരി LPSC വലിയമല ഒരു വലിയൊരു സെന്റർ തന്നെ ഈ മഹേന്ദ്രഗിരി എന്ന പർവ്വതത്തിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ISROയിലായിരുന്നപ്പോൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുകയും അവിടെ ചെന്നിട്ട് ഒരു ചെറിയൊരു പ്രസംഗം അവതരിപ്പിക്കുകയുണ്ടായി. അതായത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ മഹേന്ദ്രഗിരി എന്ന് പറയുന്നത് ഈ സ്ഥലം തന്നെയാണെന്നുള്ള രീതിയിൽ നമ്മളൊരു ചെറിയൊരു 5 മിനിറ്റ് നേരത്തെ പ്രഭാഷണവും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സംഭവിച്ചത് ഈ മഹേന്ദ്രഗിരി എന്ന് പറയുന്ന ഈ ഒരു പർവ്വതം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ശ്രീലങ്കയിലേക്ക് ആണ് ഹനുമാൻ പോകുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ദിശ ദിശ വരുന്നത് രാമായണത്തിൽ പരാമർശിക്കുന്ന ദിശ തെക്കോട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തെക്കോട്ടുള്ള ദിശ നോക്കുമ്പോൾ നമ്മൾ ഈ രാമായണത്തിൽ തന്നെ വ്യംഗ്യമായി പരാമർശിക്കുന്ന ഈ ത്രികൂട അഥവാ തെക്കുമല തന്നെയാണ് ഒരു ലങ്ക എന്നുള്ള സാധ്യതയും അവിടെ തെളിയുന്നുണ്ട്. അപ്പൊ ഇനി ഒരുപാട് സ്ഥലങ്ങൾ, അഗസ്ത്യനെ ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും, പിന്നെ ഭോഗവതി എന്ന നഗരത്തെക്കുറിച്ചും, പിന്നെ ഋഷഭ പർവ്വതം, മറ്റേ ഔഷധങ്ങൾ കൂടുതലുള്ള ഋഷഭ പർവ്വതം, അതിനെക്കുറിച്ചും വളരെയധികം പരാമർശമുണ്ട്. ആ ഋഷഭ പർവ്വതത്തിന് മരുത്വാമല എന്നും ഇന്ന് കാലത്ത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ അത് പക്ഷേ പിൽക്കാലത്ത് ശ്രീലങ്കയാണ് ലങ്ക എന്നുള്ളൊരു വിശ്വാസം ഉറച്ചപ്പോൾ അതിന് വേറൊരു ഐതിഹ്യം അതിൽ ഉൾപ്പെടുത്തുകയും ഈ മരുത്വാമലയെ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് വന്നൊരു കഷ്ണം എന്ന രീതിയിൽ പിന്നെ വ്യാഖ്യാനിച്ച് വേർതിരിക്കുകയും ഉണ്ടായി. പക്ഷേ രാമായണത്തിന്റെ കിഷ്കിന്ധാകാന്ഡത്തിലുള്ള ഒരു സർഗത്തിന്റെ നമ്മൾ കൂടുതൽ ഗവേഷണം നടത്തുകയാണെങ്കിൽ മരുത്വാമല തന്നെയാണ് ഹനുമാൻ മരുന്നന്വേഷിച്ച് പോയ മരുത്വാമല തന്നെ ആകാം എന്നുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് രാമായണത്തിലുള്ള പരാമർശങ്ങൾ. പിന്നെ ഒരുപാട് പർവ്വതങ്ങൾ, പുഷ്പിതക, സൂര്യവത്ത്, വൈഡൂര്യ, കുഞ്ചര എന്നിങ്ങനെയുള്ള പർവ്വത ശൃംഗങ്ങളെക്കുറിച്ചും എല്ലാം ഇതിൽ വളരെ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. എല്ലാം കന്യാകുമാരിയിലുള്ള കുറച്ച് ചെറിയ കുന്നും മലകളും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് രാമായണത്തിലെ ഒരു നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെ ഒരു രാമായണത്തിന്റെ തന്നെ ഭൂമിശാസ്ത്രം മൂന്ന് ലെയറിലാണ് വികസിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ലെയറിൽ ആദ്യത്തെ ഇത് രാമന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ലെയറിൽ ഇതെല്ലാം നർമ്മദയായിട്ട് ബന്ധപ്പെടുന്നു. പിന്നീടുണ്ടായ ലെയറിലാണ് നമ്മൾ ഈ കന്യാകുമാരിയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ലങ്ക എല്ലാം പരാമർശിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന് ജോഗ്രഫിക്കലായിട്ടുള്ള മാറ്റങ്ങൾ കാലാനുസൃതമായി വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ലെയറിൽ പറയുന്ന ലങ്ക എന്ന് പറയുന്നത് ഈ കന്യാകുമാരി, അത് പഴയ കേരളത്തിൽപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇത് പരാമർശിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ലെയറിലാണ് അത് ശ്രീലങ്കയാണ് എന്നുള്ള രീതിയിലുള്ള മാറ്റം വന്നു ചേർന്നിട്ടുള്ളത്. ഇനി നമ്മൾ രാമായണം വിട്ട് മഹാഭാരതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സഞ്ജയൻ, ധൃതരാഷ്ട്രയുടെ മിനിസ്റ്റർ അഥവാ ധൃതരാഷ്ട്ര മന്ത്രിയും സൂതനുമായിട്ടുള്ള സഞ്ജയൻ എന്ന മഹാഭാരതത്തിലുള്ള എല്ലാ ജനപദങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതില് കേരളം എന്നുള്ള കേരളത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പരാമർശം, പാണ്ഡ്യ, ചോള, കേരള, ദക്ഷിണ ഭാരതത്തിലുള്ള 3 ജനപദങ്ങൾ, കിങ്ഡംസ്, അവയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ചോള, പാണ്ഡ്യ, കേരള. അത് കേരള വളരെ വ്യക്തമായിട്ട് മലയപർവ്വതത്തിന് പടിഞ്ഞാറുള്ള മലയപർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സഹ്യപർവ്വതം എന്ന് പറയുന്ന അതിന് മലയപർവ്വതം എന്നാണ് നമ്മൾ ഇതിഹാസങ്ങളിൽ പറയുന്നത്. സഹ്യപർവ്വതം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി വടക്ക് ഭാഗത്തായിട്ട് മഹാരാഷ്ട്ര ഭാഗത്താണ് സഹ്യ എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ ഈ ലങ്ക എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയൊന്നുമല്ല. അപ്പോൾ നമ്മൾ സഞ്ജയന്റെ നരേറ്റീവ്, സഞ്ജയന്റെ ഒരു പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ധൃതരാഷ്ട്രോട് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ ഈ പ്രദേശത്ത് നമ്മൾ ലങ്ക എന്ന് അറിയപ്പെടുന്ന പ്രദേശത്ത് അറിയപ്പെടുത്തുന്നത് സിംഹള അല്ലെങ്കിൽ താമ്രദ്വീപ എന്ന് പറയുന്ന പേരാണ്. അപ്പോൾ അത് നമ്മൾ വളരെയധികം രാമായണത്തിൽ പറയുന്ന ലങ്ക എന്നുള്ളത് ശ്രീലങ്ക അല്ല എന്നുള്ളതിന്റെ ഒരു മറ്റൊരു ഒരു ഉദാഹരണം കൂടി നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ പാണ്ഡവ സഹദേവനാണ് തെക്കോട്ട് യാത്ര ചെയ്ത് വന്ന പാണ്ഡവന്മാരിൽ 5ാമത്തെ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം നർമ്മദാ തീരത്ത് വെച്ചാണ്
ലങ്ക എന്നുള്ള സ്ഥലത്തേക്ക് വിഭീഷണന് വേണ്ടിയിട്ട് ഒരു സന്ദേശം അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലങ്ക എന്ന് പറയുന്നത് നർമ്മദാ പ്രദേശത്താണ് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ മഹാഭാരതം പോലും വായിച്ചാൽ മനസ്സിലാകുന്നത്. പിന്നെ അത് സഞ്ജയൻ അത് കൂടാതെ തന്നെ ഈ ജനപദങ്ങളെ കൂടാതെ തന്നെ നഗരങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നതിൽ നമുക്ക് മരീചി പട്ടണ, അതിന് മുരച്ചി പട്ടണ എന്ന ചെറിയൊരു വ്യത്യാസം. രാമായണത്തിൽ മരീചി പട്ടണ, മഹാഭാരതത്തിൽ മുരച്ചി പട്ടണ, രണ്ടും ഈ മുസിരീസിനെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന രണ്ട് പരാമർശങ്ങൾ രാമായണത്തിലും മഹാഭാരതത്തിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ മുസിരീസിന്റെ രണ്ട് പ്രധാന ലൊക്കേഷനുകൾ, അതായത് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം കന്യാകുമാരി ബോർഡറിലുള്ള മുരിഞ്ചി എന്ന സ്ഥലം. അപ്പൊ അത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഈ സഹദേവ ദിഗ്വിജയം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ ദക്ഷിണ ഭാരതത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചിട്ട് കപ്പം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ കേരളം എന്നുള്ള സ്ഥലത്തെക്കുറിച്ചും ഈ മുരച്ചി പട്ടണം എന്നുള്ള നഗരത്തെക്കുറിച്ചും എല്ലാം ഈ സഹദേവന്റെ ഈ യാത്രയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുരച്ചി പട്ടണ ഈ പറഞ്ഞ ഈ തുറമുഖ നഗരങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, അതായത് അന്താക്കി, റോമ, യമന എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വ്യാപാരത്തെക്കുറിച്ചും വളരെ അവ്യക്തമായി, പൂർണ്ണമായി വ്യക്തമല്ലെങ്കിലും അവ്യക്തമായിട്ട് ഈ മഹാഭാരതത്തിലുള്ള ഈ ഒരു ഈ ഒരു അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അത്ര വ്യക്തമായിട്ട് കേരളത്തെ പരാമർശിക്കാത്ത ചില യാത്രകളാണ്. അർജുനന്റെ പിൽഗ്രിമേജ് അല്ലെങ്കിൽ അർജുനന്റെ തീർത്ഥയാത്ര. അത് അർജുനനും യുധിഷ്ഠിരനും തമ്മിൽ ചെറിയൊരു സംഘർഷം, അത്ര വലിയൊരു സംഘർഷം അല്ലെങ്കിൽ പോലും ദ്രൗപദിയെ ചൊല്ലിയുള്ള ചെറിയൊരു സംഘർഷത്തിൽ അർജുനൻ തീർത്ഥയാത്ര നടത്തി ദക്ഷിണ ഭാരതം വരെ യാത്ര ചെയ്തു എന്നും. അപ്പൊ അതിൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് അദ്ദേഹം മണിപ്പുര എന്ന ഒരു നഗരത്തിൽ, കലിംഗ രാജ്യത്തിന്റെ മണിപ്പുര എന്ന നഗരത്തിലൂടെ യാത്ര ചെയ്ത് പിന്നെ ഒരു ഗോദാവരി വഴി ഗോകർണ എന്ന് പറയുമ്പോൾ നമ്മൾ കർണാടകയിലുള്ള ഗോകർണ അല്ല, ഇത് ഗോകർണ എന്ന് പറഞ്ഞാൽ ചെവി, പശുവിന് ചെവിയുടെ ആകൃതിയിലുള്ള പ്രദേശങ്ങളെ നമ്മൾ പെനിൻസുലാർ റീജിയനെ ഗോകർണ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഗോകർണ എന്നുള്ളത് നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്ത് പ്രദേശങ്ങളുള്ള ഗോകർണ പ്രദേശത്തെത്തിയിട്ട് അവിടെ നിന്ന് സ്ഥലം പ്രഭാസ എന്ന് പറയുന്ന റീജിയൻ, അതിലുള്ള ദ്വാരകയിൽ പോവുകയും പിന്നെ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തേക്ക് മടങ്ങി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. പക്ഷേ ഇതിനെ ഒരു അവ്യക്തമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇത് ഈ യാത്ര കുറച്ചുകൂടി തെക്കോട്ട് പോയി കേരളം വഴി ഗോകർണയിലേക്ക് പോയി എന്ന് പറയാൻ സാധിക്കും. അതുകൂടാതെ അർജുനന്റെ അശ്വമേധ അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ടുള്ള അശ്വമേധത്തിലും കേരളത്തെക്കുറിച്ചുള്ള പരാമർശം, അവിടെ കൊല്ലഗിരി എന്ന് പറഞ്ഞ, അതായത് ഏഴിമലയെ കുറിച്ചും വളരെ വ്യക്തമായ പരാമർശമുണ്ട്. മഹിഷക, അതായത് മൈസൂർ, പിന്നെ ദ്രാവിഡ, അത് അങ്ങനെയുള്ള ദക്ഷിണ ഭാരതത്തിലുള്ള പല പ്രദേശങ്ങളെ കുറിച്ചും ഈ അശ്വമേധ പർവ്വത്തിൽ പരാമർശം ഉണ്ട്. അപ്പൊ ഈ അശ്വമേധ പർവ്വതം എന്ന് പറയുന്നത് കുറച്ച് ഒരു ലേറ്റ് ആയിട്ടുള്ള, ഒരു ക്രോണോളജിക്കലി കുറച്ച് ലേറ്റ് ആയിട്ടുള്ള, അതായത് അർജുനന്റെ കാലഘട്ടത്തിന് ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളുള്ള ഒരു പർവ്വമാണ് അശ്വമേധിക പർവ്വം. അപ്പം അങ്ങനെ ഒരു സാധ്യത കൂടി ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ കാണുന്നത് മഹാപ്രസ്ഥാനം, അതായത് പാണ്ഡവരെല്ലാവരും അവരുടെ അവസാനമായ യാത്ര ചെയ്യുന്ന സമയത്ത് അതും ഇതുപോലെ തന്നെ ഒരു പിൽഗ്രിമേജ്, ഒരു ഭാരതം മുഴുവൻ കറങ്ങുന്ന ഒരു പിൽഗ്രിമേജ് ആണ്. പക്ഷെ അവിടെ കൂടുതലും ഒരു 60% സാധ്യത ഈ യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവന്മാരും ഈ ഗോദാവരി എത്തിയതിനു ശേഷം പിന്നെ ഗോദാവരി നദീതീരം പറ്റിയിട്ട് പശ്ചിമ തീരത്തിലൂടെ ദ്വാരകയിൽ എത്തിയിട്ട് തിരിച്ച് ഹിമാലയ പർവ്വതം പോവുകയായിരുന്നു, അവിടെ വെച്ച് മരണപ്പെടുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു 40% സാധ്യത എന്ന് പറയുന്നത് ഈ ദക്ഷിണ ഭാഗത്തേക്കുള്ള യാത്ര, കേരളം, തമിഴ്, ഇതുപോലുള്ള ചോളപാണ്ഡ്യ കേരള പോലെ ഉള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പോയി എന്നും ഉള്ളൊരു 40% സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ചെറിയൊരു അതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ ജിയോഗ്രഫി ഓഫ് മഹാഭാരത അതിൽ പുസ്തകത്തിൽ അതിന്റെ വിശകലനം, എത്ര ശതമാനം ഇത് സത്യമായിരിക്കാം, എത്ര ശതമാനം മറ്റെന്തെങ്കിലും ശരിയായിരിക്കാം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ ഒരു വനപർവ്വത്തിൽ ഇതുപോലെ യുധിഷ്ഠിരൻ, അർജുനൻ ആ സമയത്ത് കൈലാസത്തിൽ തപസ് ചെയ്യാൻ പോയി, പിന്നെ ഇന്ദ്രന്റെ കൂടെ യുദ്ധം ചെയ്യാനൊക്കെ പോയിരിക്കുന്ന സമയത്ത് 4 പാണ്ഡവന്മാർ, അതായത് യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനും കൂടി ഒരു തീർത്ഥയാത്ര നടത്തിയതിനു ശേഷം ദ്രാവിഡ പ്രദേശത്ത് എത്തിയ കാര്യവും പിന്നെ അതിനുശേഷം ഗോകർണത്തിൽ, ദ്വാരകയിലും ഗോകർണത്തിലെത്തിയതും. അപ്പോൾ അവിടെയും ഇത് തന്നെ ഇതാണ്. 60% നമ്മൾ പറയുകയാണെങ്കിൽ ഗോദാവരി തീരം പറ്റിയിട്ട്
ശൂർപാറക എന്ന് പറയുന്ന പശ്ചിമ തീരത്ത്, മഹാരാഷ്ട്ര തീരത്ത് പോയി പ്രവാസം ദ്വാരക, അങ്ങനെ ശ്രീകൃഷ്ണനെയും കണ്ട് മടങ്ങുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിന് 40% സാധ്യത എന്ന് പറയുന്നത് ഈ ദ്രാവിഡവും കടന്ന് പിന്നെ ദക്ഷിണ ഭാരതത്തിലേക്ക് കുറച്ചുകൂടി പോയി ചോളപാണ്ഡ്യ കേരളങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടി കറങ്ങിയതിന് ശേഷം ദ്വാരകയിലെത്തി എന്നുള്ളത് ഒരു 40% സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മാപ്പുകൾ ഞാനത് വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമായണത്തിലും മഹാഭാരതത്തിലും കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഏകദേശം ഒരു രാമായണത്തിലും മഹാഭാരതത്തിലുള്ള ഏകദേശം പരാമർശങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അതായത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്ന് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയാവാം. തീർച്ചയായും ജിജി, നന്ദി ഒരു ഇൻട്രൊഡക്ഷന്. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ കടക്കാം. നമുക്ക് തുടക്കം നമ്മുടെ കേരളോൽപ്പത്തിയെ തൊട്ട് അവിടെ നമുക്ക് തുടങ്ങാം. കേരളോൽപ്പത്തിയെ കുറിച്ച് നമുക്ക് അറിയുന്ന കഥ പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ ആ കഥയാണല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും റെഫറൻസസ്, പരാമർശങ്ങൾ നമ്മൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ ഇതിഹാസങ്ങളിലോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലോ എവിടെയെങ്കിലും ഉണ്ടോ? അതെങ്ങനെയാണ്? അപ്പോൾ കേരളത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? വളരെ അത് കേരളത്തിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഈ ഒരു കഥ, അതായത് പരശുരാമൻ മഴ എറിയുന്നു, അതിനുശേഷം കടലില് ഭയന്ന് പിന്മാറുന്നു, അങ്ങനെ ഒരു കരവുണ്ടാകുന്നു, ഇത്രയും കാര്യങ്ങൾ മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ പറയുന്ന സ്ഥലം ശൂർപാരകം എന്നുള്ള സ്ഥലമാണ്. അതായത് വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ഒന്ന് കാണിക്കാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ശൂർപാരകം എന്ന് പറയുന്നത് അത് ഇതേ ഇതിൽ തന്നെ ശൂർപാരകം എന്ന് പറയുന്നത് ഈ നോർത്തേൺ മഹാരാഷ്ട്ര, അതായത് ഉത്തര മഹാരാഷ്ട്രയുടെ തീരപ്രദേശത്തെയാണ് ശൂർപാരകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പശ്ചിമ പൂർവ്വ തീരപ്രദേശങ്ങൾക്ക് ഓരോന്നിനും ഓരോ പേരുണ്ട്. പ്രഭാസം എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്ത് ഏരിയയിലുള്ള തീരപ്രദേശത്തിനെയാണ് പ്രഭാസം എന്ന് പറയുന്നത്. ഈ പ്രഭാസ തീരപ്രദേശത്താണ് ദ്വാരകയുള്ളത്. അതിന് ദക്ഷിണ ഭാഗത്ത് നർമ്മദയ്ക്കും തെക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളെയാണ് ശൂർപാരക എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബോംബെ എല്ലാം ആ ശൂർപാരകത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അതിനും കുറച്ചും കൂടി തെക്ക് പോയ കൊങ്കണം എന്ന സ്ഥലം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. ദക്ഷിണ മഹാരാഷ്ട്രയെ കൊങ്കണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ കൊങ്കണ പ്രദേശം കർണാടക പ്രദേശത്തെയും കൊങ്കണം എന്ന് തന്നെ പറയും. പിന്നെ സൗപർണിക അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇന്ന് അറിയപ്പെടുന്ന ഗോകർണം എന്ന് പറയുന്ന അതിന് ഗോകർണം എന്ന് പറഞ്ഞ പെനിൻസുല എന്നാണ് അർത്ഥം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശുവിന്റെ ചെവി, അതിനെയാണ് ഗോകർണം എന്ന് പറയുന്നത്. പശുവിന്റെ ചെവിയുടെ പോലെയുള്ള ഭൂപ്രദേശത്തെയാണ് ഗോകർണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നർമ്മദയുടെ തീരത്തും ഗോകർണങ്ങൾ ഉള്ളത്. അതായത് പെനിൻസുലാർ ടെറിട്ടറി, അത് പെനിൻസുലാർ കോസ്റ്റൽ റീജിയൻ, അതിനെയാണ് ഗോകർണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കർണാടകയിൽ ഒരു ഗോകർണമുണ്ട്, അതാണ് ഏറ്റവും പ്രശസ്തമായ ഗോകർണം. ഇന്നിപ്പോ ആരെങ്കിലും ഗോകർണത്ത് പോകണമെന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ള ഗോകർണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും കഴിഞ്ഞിട്ടുള്ളതാണ് ഉള്ള തീരപ്രദേശത്തെയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മഹാഭാരതത്തിൽ പറയുന്ന ഈ പറയപ്പെടുന്ന പരശുരാമൻ മഴുവെറിഞ്ഞ് നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ സ്ഥലം, അതിന് ശൂർപാരകം എന്നാണ് അടയാളപ്പെടുത്തിയിരുന്നത്, അതായത് ഉത്തര മഹാരാഷ്ട്ര. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഐതിഹ്യത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരുപാട് പൂർവികർ, കേരളത്തിൽ താമസിച്ച ഒരുപാട് പൂർവികർ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് ഉത്തര മഹാരാഷ്ട്ര തീരപ്രദേശത്തു നിന്നാണ്. ഉത്തര മഹാരാഷ്ട്രം, ദക്ഷിണ ഗുജറാത്ത്, ആ തീരപ്രദേശത്തുള്ള ആളുകളാണ് കേരള തീരപ്രദേശം വഴി മൈഗ്രേറ്റ് ചെയ്ത്, അതായത് അവര് മൈഗ്രേറ്റ് ചെയ്ത് ദക്ഷിണ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആയി ബന്ധപ്പെട്ട് നടന്ന ആ കഥകളെ നമ്മൾ കേരളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത്. ശരിക്കും കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഒരു ജിയോളജിക്കൽ യാഥാർത്ഥ്യത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഐതിഹ്യമാണത്. അതായത് നമ്മളുടെ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ആളുകൾ പഠനം നടത്തുന്ന പോലെ ഈ രാമന്റെ കാലഘട്ടത്തിലും മറ്റേ പാണ്ഡവരുടെ കാലത്തിലുള്ള ആൾക്കാരും നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവര് പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കടലിൽ നിന്ന് പൊന്തി വന്നതാണെന്നുള്ള ഒരു വസ്തുത മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അവര് ഇത് ഫോസിലുകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഡോൾഫിന്റെയും പിന്നെ തിമിംഗലത്തിന്റെ ഒക്കെ ഫോസിലുകൾ കിട്ടും. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവോ ഈ പ്രദേശം പണ്ട് കടലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലുള്ള കടൽ ജീവികളുടെ ഫോസിലുകൾ നമുക്ക് ഈ തീരപ്രദേശത്ത് 10-100 കിലോമീറ്റർ അകത്തോട്ട് കിട്ടില്ല.
അപ്പൊ അങ്ങനെ അവർ തീരുമാനത്തിലെത്തി, ഇത് കടലിൽ നിന്ന് വന്ന സ്ഥലമാണെന്നുള്ള തീരുമാനത്തിലെത്തി. അത് മഹാരാഷ്ട്ര മുതൽ, അതായത് നർമ്മദയുടെ തെക്ക് ഭാഗത്തുള്ള ഗുജറാത്ത് തീരം മുതൽ കേരളം മുഴുവൻ എല്ലാ സ്ഥലവും കടലിൽ നിന്ന് വന്നതാണ്. കടലിൽ നിന്ന് കടല് വഴിമാറിയിട്ട് വന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ശൂർപ്പാരകത്തിലുള്ള ഐതിഹ്യം കേരളത്തിനും ബാധകമാണ് എന്നുള്ളൊരു രീതിയിൽ, കൂടാതെ അവർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത്, അതായത് ശൂർപ്പാരകം എന്ന് പറഞ്ഞാൽ നോർത്തേൺ മഹാരാഷ്ട്രയുടെ കോസ്റ്റൽ റീജിയൻ, അതായത് കൊങ്കണത്തിന്റെ വടക്ക് പ്രദേശം. ആ കൊങ്കണത്തിന്റെ വടക്ക് പ്രദേശത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ എത്തിയത് കൊണ്ട് കേരളത്തിലും ആ ഐതിഹ്യം നമ്മൾ ഇന്ന് കേരളത്തിനെ കുറിച്ച് സംബന്ധിച്ച ഒരു ഐതിഹ്യമായിട്ട് അത് പറയുന്നു. ഈ നമ്മൾ ഇപ്പൊ തുളുനാട്ടിൽ ചോദിച്ചാൽ അവർ പറയും പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് തുളുനാട് ഉണ്ടായത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കർണാടകയിലും ഈ ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഗുജറാത്ത്, സദേൺ ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര, പിന്നെ കർണാടകം, കേരളം, ഈ 4 ഭൂപ്രദേശങ്ങൾക്ക്, തീരപ്രദേശത്തിലെ ആളുകൾക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഇത് എന്നാണ് വ്യക്തമാവുന്നത്. നന്ദി ചിതജി. ഇതിനോട് അനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോ നർമ്മദ തീരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഓണത്തിന്റെ അല്ലെങ്കിൽ ഓണമല്ല, വാമനാവതാരത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അപ്പൊ മഹാബലി കേരളം അതെ. ഭരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ കേട്ട് വരുന്നുണ്ട്, മഹാബലി ശരിക്കും ഭരിച്ചത് സ്ഥലം കേരളമായിരുന്നോ അതോ ഗുജറാത്തിന് അല്ലെങ്കിൽ നർമ്മദ തീരത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ബറൂച്ച് എന്ന് അറിയപ്പെടുന്ന ബറൂച്ച് ആ പ്രദേശങ്ങളായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയും വരുന്നുണ്ട്. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ നോക്കുമ്പോൾ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർ വഴി വന്ന ഒരു കഥയായി ആയിരിക്കുമോ ഇത് എന്നുള്ള സംശയം. അതെ, അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ മഹാബലിയുടെ കാര്യം കുറച്ചും കൂടിയും, ഇപ്പൊ പരശുരാമന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു ആണ് പലരും ചിലപ്പോൾ അറിയാൻ സാധ്യത. പക്ഷെ മഹാബലിയുടെ കാര്യം ഏറെക്കുറെ ഒരു 10 വർഷത്തോളമായിട്ട് കേരളീയർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ എൻ്റെ ഒരു വലിയൊരു പങ്കുണ്ട്. ഞാൻ മറ്റേ 2004 കേരളത്തെ കുറിച്ചുള്ള ഒരു വിക്കിപീഡിയ ആർട്ടിക്കിളായിട്ട് ആദ്യമായിട്ട് എഴുതിയത്. അതായത് ഈ മഹാബലി എന്ന് പറയുന്ന രാജാവിന്റെ പരാമർശിക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും നർമ്മദാ തീരത്താണ് എന്നുള്ളൊരു ഹൃദയം. അപ്പൊ അവിടെ നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് വന്ന് കേരളത്തിൽ വന്നിട്ടാണ് ഈ കഥ പ്രചരിപ്പിക്കാൻ സാധ്യത എന്നുള്ള കാര്യം ഞാൻ 2004 ഇത് വിക്കിപീഡിയ ആർട്ടിക്കിൾ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തെ കുറിച്ചുള്ളൊരു വിക്കിപീഡിയ ആർട്ടിക്കിൾ ഞാൻ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 150ഓളം ജനപദങ്ങളെ കുറിച്ചുള്ള, മഹാഭാരതത്തിലുള്ള ജനപദങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിൾസിന്റെ അതിന്റെ ക്രിയേറ്റർ നോക്കിക്കഴിഞ്ഞാൽ, വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേര് കാണാൻ പറ്റും. അപ്പോൾ 2004 മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതായത് എന്നെക്കാളും മുമ്പ് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിനുശേഷം നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള MP-മാർ പലരും ഈ കാര്യം പരാമർശിക്കുകയുണ്ടായി. അപ്പൊ അത് ഞാൻ കേൾക്കാനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, ഇത് മഹാബലിയുടെ കഥയും പരശുരാമന്റെ കഥയിലും ഇതേ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടും നടന്നത് നർമ്മദയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങളിലാണ്. അപ്പോൾ മഹാബലിയുടെ കഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ, മഹാബലിയായിട്ടുള്ള പ്രധാനപ്പെട്ട കണക്ഷൻ ഈ ബറോച്ച് എന്ന് പറയുന്ന അതൊരു സീപോർട്ടായിരുന്നു. അതൊരു തുറമുഖം, അതായത് മരിച്ചി പട്ടണം അല്ലെങ്കിൽ മുസിരീസ് പോലുള്ള മറ്റൊരു വളരെ പ്രശസ്തമായ ഒരു സീപോർട്ടാണ് ബറോച്ച്. അതിന്റെ സംസ്കൃതത്തിൽ ഭൃഗുകക്ഷം എന്ന് പറയും. കക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വാട്ടർ. നമ്മുടെ ഇപ്പോൾ ആലപ്പുഴ ബാക്ക് വാട്ടർ നമുക്ക് വേണമെങ്കിൽ കക്ഷ എന്ന് പറയാം. അത് ഒരു ബാക്ക് വാട്ടർ ആണ്. അതായത് ഇപ്പോൾ ഗോകർണം എന്ന് പറഞ്ഞ ഒരു പെനിൻസുല, അതുപോലെ തന്നെ ഒരു ജിയോളജിക്കൽ ടൈമാണ് കക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വാട്ടർ, ബേ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ഭൃഗുവിന്റെ ബാക്ക് വാട്ടർ, ഭൃഗുവിന്റെ ബേ, അത് ഒരു വലിയൊരു തുറമുഖമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ടത്തെ 2000 BC കാലഘട്ടത്തിൽ ഗോവയോട് അത്രയും വലിപ്പമുള്ളൊരു വലിയൊരു ഓപ്പൺ ഷാലോ സീ ആയിരുന്നു. ഒരു വലിയൊരു ആഴം കുറഞ്ഞ കടലായിരുന്നു ഈ പറയുന്ന നർമ്മദയുടെ അഴിമുഖം എന്ന് പറയുന്നത്, അതായത് മൗത്ത് ഓഫ് നർമ്മദ. അപ്പൊ ആ വലിയൊരു അഴിമുഖത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഭൃഗുകക്ഷം. അപ്പൊ ആ തുറമുഖം എന്ന് പറയുന്നത് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗ്രീക്ക് ടെക്സ്റ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൃഗുകക്ഷത്തിനെ ബർഗാസിയ എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശസ്തമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലം പോലുള്ള മണ്ഡലങ്ങളിൽ, അതായത് ഏറ്റവും ഋഗ്വേദത്തിന്റെ കമ്പോസിഷൻ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പൽ യാത്രയെക്കുറിച്ചും, അപ്പോൾ കപ്പലുകൾ യാത്ര ചെയ്യുന്നത് കൂടുതലും ട്രേഡിന് വേണ്ടിയിട്ടാണ്, അതായത് വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ്. അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഋഗ്വേദത്തിൽ എഴുതിപ്പെട്ടിട്ടില്ല. കാരണം ഋഗ്വേദത്തിന്റെ ജോഗ്രഫി എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ കടൽ
അതിന്റെ ഗുജറാത്തിന്റെ തീരപ്രദേശം അല്ലെങ്കിൽ ഗുജറാത്തിനെ ചുറ്റിപ്പറ്റുമുള്ള കടൽ അവിടെ അവസാനിക്കുന്നത്. അതിനുള്ള തെക്ക് പ്രദേശങ്ങളെ കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശമില്ല. പക്ഷെ ഈ പ്രദേശത്തിൽ നിന്ന് കപ്പലുകൾ ദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപാരം പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഋഗ്വേദത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പോയ കൂട്ടത്തിൽ അവർ പോകുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ ഭൃഗുകക്ഷം, മറ്റൊരു പക്ഷേ കേരളത്തിലുള്ള ഈ തുറമുഖമായിട്ടുള്ള ഈ നമ്മുടെ മരീചി പട്ടണം അഥവാ മുസിരിസ് അവിടെയെല്ലാം പോയിരിക്കാം. പക്ഷേ ഈ സ്ഥലങ്ങളുടെ പേരുകളൊന്നും നമുക്ക് ഋഗ്വേദത്തിൽ കാണില്ല, കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. ആ ദൂര സ്ഥലങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ ഋഗ്വേദത്തിലെ ഋഷിമാർക്ക് ഉണ്ടായിരുന്നില്ല. പോയി എന്നുള്ള കാര്യം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ പരശുരാമൻ അഥവാ രാമജമദഗ്ന എന്ന് പറയുന്നത് 10ാം മണ്ഡലത്തിലെ ഒരു ഋഷിയാണ്. അദ്ദേഹം ഒരുപാട് മറ്റേ സൂക്തങ്ങൾ രചിച്ചിട്ടുള്ള ഒരു ഋഷിയാണ് രാമജമദഗ്ന എന്ന് ഋഗ്വേദത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള. അപ്പോൾ അദ്ദേഹം ഒരു ചരിത്രപരമായി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. അപ്പോൾ ഈ രാമജമദഗ്ന ജീവിച്ച കാലഘട്ടം അത് തന്നെയാണ് ശ്രീരാമന്റെ കാലഘട്ടം. 10ാം മണ്ഡലത്തിൽ തന്നെ ശ്രീരാമനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ശ്രീരാമനും പിന്നെ ജമദഗ്ന രണ്ടുപേരും ഉള്ള അതുകൊണ്ട് നമുക്ക് കാർത്തവീര്യ അർജുനൻ ആ കാലഘട്ടത്തിൽ തന്നെയെന്ന് പറയാൻ സാധിക്കും. ഇപ്പൊ കാർത്തവീര്യൻ അർജുനൻ ഉള്ളതുകൊണ്ട് രാവണനും ആ കാലഘട്ടത്തിലുള്ളതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പൊ ഈ രാവണന്റെ അനുജൻ കുംഭകർണൻ കല്യാണം കഴിച്ചിട്ടുള്ളത്, അതായത് കുംഭകർണനെ അത് നമ്മുടെ രാമായണ ഉത്തരാഖണ്ഡത്തിൽ പറയുന്നത് കുംഭകർണനെ രാവണൻ മഹാബലിയുടെ പൗത്രി, അതായത് മഹാബലി എന്ന് പറയുന്നില്ല, പക്ഷെ വൈരോചനന്റെ പൗത്രിയെ ആണ് വജ്രാവല എന്ന രാജകുമാരിയായിട്ടാണ് കുംഭകർണന്റെ കല്യാണം. അതായത് കുംഭകർണന്റെ ഭാര്യ എന്ന് പറയുന്നത് വജ്രാവല. ഈ വജ്രാവല എന്ന് പറയുന്നത് വൈരോചനന്റെ പൗത്രിയാണ്. അപ്പോൾ വൈരോചനൻ എന്ന് പറഞ്ഞാൽ വിരോചനന്റെ പുത്രനാവാം, ഡിസെൻഡന്റ് ആവാം. അപ്പോൾ നമുക്ക് കൂടുതലും അതിനെ നമുക്ക് കൃത്യമായിട്ട് അത് മകനാണോ എന്ന് പറയാൻ പറ്റില്ല. വിരോചനന്റെ മകൻ എന്ന് പറഞ്ഞാൽ മഹാബലി ആവാം, മഹാബലിയുടെ സഹോദരനാവാം. അപ്പൊ മഹാബലിയുടെ കാലഘട്ടത്തിലുള്ള ആര് വേണമെങ്കിലും, വിരോചനന്റെ പുത്രനായിട്ടുള്ള ആര് വേണമെങ്കിലും വൈരോചനൻ എന്നുള്ള പേരിന് അർഹനാണ്. ചിലപ്പോൾ വേണമെങ്കിലും പുത്രനതിന് പകരം പൗത്രനും ആവാൻ സാധിക്കും. പക്ഷെ അധികം ഒരു ക്രോണോളജിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഞാനത് വെച്ചിട്ട് നോക്കുമ്പോഴും അത് നമ്മുടെ ഈ വിരോചനനും പിന്നെ മഹാബലിയും ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരു 90% നമുക്ക് പറയാൻ സാധിക്കും രാവണന്റെ ഒരു തലമുറ മുമ്പുള്ള ആൾക്കാരാണ് ഈ മഹാബലിയും പിന്നെ ഉള്ളത്. അപ്പൊ മഹാബലിയേക്കാൾ ഒരു തലമുറ മുമ്പ് വിരോചനൻ, അതിനൊരു തലമുറ മുമ്പ് പ്രഹ്ലാദൻ, അതിനൊരു തലമുറ മുമ്പ് ഹിരണ്യകശ്യപു. ഹിരണ്യകശ്യപു എന്ന് പറയുന്നത് ഒരു വലിയൊരു അസുരനായിരുന്നു. അദ്ദേഹം പുതിയൊരു മതം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മതത്തിനെ കുറിച്ചുള്ള ഈ ഹിരണ്യകശ്യപു സ്ഥാപിച്ച മതത്തിന്റെ ഒരു അനുരണനങ്ങൾ നമുക്ക് ഇപ്പോൾ സ്വരാഷ്ട്രീയൻ മതത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ സ്വരാഷ്ട്രീയൻ മതത്തിൽ നമ്മൾ പറയുന്നത് അവരുടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം അങ്ങനെ പോലുള്ള അവർ സ്വന്തമായിട്ട് ഒരു വേദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഇന്ദ്രൻ എന്നുള്ള ദേവതയെ വിമർശിക്കുകയും ഇന്ദ്രൻ എന്ന ദേവൻ പരമശത്രുവാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് സ്വരാഷ്ട്രീയൻ മതം എന്ന് പറയുന്നത്. അതിനകത്ത് അവസ്ഥ, പിന്നെ യസ്ഡ്, സിറോഷ, അങ്ങനെ ഒരു യസത എന്നിങ്ങനെ കുറച്ച് വേദഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വരാഷ്ട്രീയൻ അവരുടെ അവസ്ഥൻ ലാംഗ്വേജ് ഗ്രന്ഥങ്ങളാണ്. അതായത് സംസ്കൃതത്തിന് സഹോദരിയാണ് അവസ്ഥൻ ലാംഗ്വേജ്. അതിൽ നിന്നാണ് പേർഷ്യൻ ലാംഗ്വേജ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ പറഞ്ഞ മഹാബലിയുടെ ഈ വംശാവലി എന്ന് പറയുന്നത് ഒരു ദൈത്യവംശമാണ്. അതായത് ഈ അസുര ദൈത്യ വംശമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് സ്വരാഷ്ട്രീയൻ മതത്തിൽ കിട്ടും. അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ പറ്റൂല. ഇന്ദ്രൻ എന്നുള്ള ദേവതയെ അവർക്ക് വളരെയധികം ദേഷ്യവും പിന്നെ ഒരു പരമമായ ശത്രുവായിട്ടുള്ള ഒരു ദേവതയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഋഗ്വേദത്തിൽ തന്നെ ഇതിന്റെ ഏർലി ഋഗ്വേദ, അതായത് ഏറ്റവും പ്രാചീനമായ 3ാം മണ്ഡലത്തിലും 4ാം മണ്ഡലത്തിലും ഒക്കെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നതിൽ സുദാസ് എന്നുള്ള രാജാവ് ഇന്ദ്രനെ ആരാധിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു യുദ്ധത്തിൽ ഈ ദാനവന്മാരെല്ലാം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് മറ്റേ യയാതിയുടെ അനുവംശത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ നമ്മൾ അസുരന്മാരെന്നും ദാനവന്മാരെന്നും ദൈത്യന്മാരെന്നും ഒക്കെ പറയുന്ന ആൾക്കാരെ. അവർ ശരിക്കും പ്രോട്ടോ ഇറാനിയൻസ് ആണ്. അതായത് ഇറാനികളുടെ പൂർവികരാണ് ഇവര്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ യുദ്ധങ്ങൾ ജയിക്കുമ്പോൾ ഈ പിന്നെ സൂദാസിന്റെ മറ്റേ പുരോഹിതന്മാരല്ല, വസിഷ്ഠൻ പോലുള്ള പുരോഹിതന്മാരെല്ലാം ഈ ജയത്തിന്റെ ക്രെഡിറ്റ് എല്ലാം ഇന്ദ്രന് കൊടുക്കും. അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പരമശത്രുവായിട്ട് നമ്മളുടെ ഈ പ്രോട്ടോ ഇറാനിയൻസ് അവർ അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ മറ്റു ദേവതമാർക്കൊന്നും അവരങ്ങനെ ശത്രുത കൊടുത്തില്ല. കാരണം അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പൊ മിത്രൻ
എന്നുള്ള ദേവതയെ ആരാധിക്കുന്നു, ആര്യമൻ എന്നുള്ള ദേവതയെ ആരാധിക്കുന്നു. പക്ഷെ ഇന്ദ്രനെ മാത്രം അവർ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു ശത്രു ഭാവത്തിൽ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു ഒരു കണ്ടിന്യൂറ്റി, അതായത് ഹിരണ്യകശിപു ചെറിയൊരു ഇന്ദ്രവിരോധി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൊറാഷ്ട്രിയൻ ടെക്സ്റ്റിലെ ദൈവം എന്ന് പറയുന്നത് ഹിരണ്യകശിപുവിനെയാണ്. അപ്പൊ നമുക്ക് പുരാണങ്ങളിലും അത് വായിച്ചറിയാൻ പറ്റും. പുരാണങ്ങളിൽ നമ്മൾ ഹിരണ്യകശിപുവിനെ നമ്മൾ പറയുന്നത് ഹിരണ്യകശിപു സ്വയം ദൈവമായിട്ട് മീൻസ് അവരോധിക്കുകയും മഹാവിഷ്ണു പോലുള്ള ദേവന്മാരെ ആരാധിക്കരുത് എന്ന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഹിരണ്യകശിപു. അപ്പൊ അത് തന്നെയാണ് നമുക്ക് അഹുരമസ്ഡ എന്നുള്ള പേരിൽ നമുക്ക് സൊറാഷ്ട്രിയൻ പുസ്തകങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഈ അസുരമസ്ഡയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ദ്രനെ ഒരിക്കലും ആരാധിക്കരുത്, ഇന്ദ്രനെ ആരാധിക്കുന്നത് പരമശത്രുക്കളാണ് എന്നൊക്കെയാണ്. അപ്പൊ അതിൽ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് അടുത്ത തലമുറയിൽ, പ്രഹ്ലാദന്റെ തലമുറയിൽ ചെറിയ മാറ്റം വന്നു. അത് നമ്മളെ കുറെ ഋഷിമാരെല്ലാവരും ചേർന്നിട്ട് പ്രഹ്ലാദനെ ചെറുതായിട്ടൊന്ന് അദ്ദേഹത്തിന് കുറച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ ഒരു പ്രത്യേക ഒരു വ്യക്തി ഒരു ഏകദൈവമാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് പ്രഹ്ലാദൻ നമ്മുടെ ഭാരതീയ തത്വചിന്തയ്ക്ക് വരികയും, അപ്പൊ അതിനുശേഷം പിന്നീടുണ്ടായ വിരോചനൻ മൂന്നാമത്തെ തലമുറയിലെ വിരോചനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഹിരണ്യകശിപുവിന് ചെറിയ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും, അതുകൂടെ പ്രഹ്ലാദന്റെ സ്വഭാവം, രണ്ടും കൂടി ഒരു മിക്സർ ആയിരുന്നു വിരോചനന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ അദ്വൈത സിദ്ധാന്തം, വേദാന്തങ്ങളെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചാന്തോക്യ ഉപനിഷത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ 4 പേരും, അതായത് ഹിരണ്യകശിപു, പിന്നെ പ്രഹ്ലാദൻ, വിരോചനൻ, പിന്നെ മഹാബലി, ഇവരെല്ലാം ചരിത്രപരമായ വ്യക്തികളാണെന്നുള്ള തെളിവുകളെല്ലാം നമുക്ക് ഋഗ്വേദം, പിന്നെ ചില ഉപനിഷത്തുകൾ, ചാന്തോക്യ ഉപനിഷത്ത്, പിന്നെ നമ്മുടെ രാമായണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അവസാനം ഏറ്റവും കൂടുതൽ 4ാമതായിട്ട് വരുന്ന മഹാബലി. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പൂർവികരായ 3 പേരുടെയും സ്വഭാവ ഗുണങ്ങൾ മാറി മറിഞ്ഞു വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ മഹാബലിയെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഇന്ദ്രനോടുള്ള മാത്സര്യം ഉണ്ടായിരുന്നു. ഹിരണ്യകശിപുവിന്റെ പോലെ ഇന്ദ്രനോടുള്ള ഒരു വിരോധം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ദ്രനുമായിട്ടുള്ള മാത്സര്യം അങ്ങനെയുള്ള കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മത്സരങ്ങളെല്ലാം വന്നു. അപ്പൊ അതായത് ഇത് എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോമ്പോസിറ്റ് കൾച്ചർ, അതായത് ഋഗ്വേദത്തിന്റെ അവസാന കാലഘട്ടത്തിൽ, ലേറ്റ് ഋഗ്വേദിക് പീരീഡ് എന്നുള്ള കാലഘട്ടത്തിൽ നമുക്ക് 4 രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം പ്രോട്ടോ ഇറാനിയൻ ആൻസിസ്ട്രി ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അതിൽ ഹിരണ്യകശിപു പൂർണ്ണമായിട്ട് പ്രോട്ടോ ഇറാനിയൻ ആണെങ്കിൽ പ്രഹ്ലാദൻ മുതൽ അങ്ങോട്ട് ഒരു ഒരു ഭാരതീയ ചിന്തയിലോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകളായി മാറുകയും, അപ്പൊ അങ്ങനെ വരുന്നതിന് പ്രഹ്ലാദന് ശേഷം ഉണ്ടായ വിരോചനനും മഹാബലിയും പൂർണ്ണമായിട്ട് ഒരു ഭാരതീയ രാജാക്കന്മാരെന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജാവാണ് മഹാബലി. ആ മഹാബലിയുടെ പ്രദേശം, അത് പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഭൃഗുകച്ഛം. ഭൃഗു എന്ന് പറയാൻ ഭൃഗു വംശത്തിൽപ്പെട്ട ശുക്രാചാര്യനാണ് നമ്മുടെ മഹാബലിയുടെ പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ശുക്രാചാര്യന്റെ ബന്ധപ്പെട്ടുള്ള ഭാർഗവ ശുക്രാചാര്യന്റെ ബന്ധപ്പെട്ടുള്ള ഒരു തുറമുഖമാണ് ബറോജ്, ഭൃഗുകക്ഷം. അപ്പൊ അവിടെയാണ് മഹാബലിയുടെ ഈ പറഞ്ഞ യാഗങ്ങളും മറ്റും കാര്യങ്ങളും നടന്നതും. വാമനൻ എന്ന് പറയുമ്പോൾ കശ്യപ ഗോത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. കശ്യപ വംശത്തിലാണ് വാമനൻ ജനിച്ചതെന്നെല്ലാം പറയാലോ. അപ്പൊ വാമനൻ എന്ന് പറയുന്നത് കശ്യപ ഋഷിമാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ കശ്യപ ഋഷിമാർ കൂടി ചേർന്നതിന് ശേഷം ഒരു പുതിയൊരു കോമ്പോസിറ്റ് കൾച്ചർ അവിടെ രൂപപ്പെടുകയാണ്. അപ്പൊ ആദ്യമായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് ഒരു പ്രോട്ടോ ഇറാനിയൻ, പിന്നെ ഒരു വംശത്തിലുള്ള ഭാർഗവൻ, ഒരു ചെറിയൊരു ചായവുള്ള എന്നാൽ പൂർണ്ണമായിട്ട് 90% ഭാരതീയരുമായിട്ടുള്ള ഈ മഹാബലിയും പിന്നെ ഭാർഗവന്മാരും ചേർന്നിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് കശ്യപ ഗോത്രത്തിലുള്ള ആളുകൾ കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു പുതിയ സംസ്കൃതി രൂപപ്പെടുകയാണ്. അതെല്ലാം രൂപപ്പെട്ടത് ഈ നർമ്മദാ തീരത്തുള്ള ഈ ഭൃഗുകക്ഷം എന്ന ഏരിയയാണ്. അപ്പൊ അവിടെ നിന്ന് ആളുകൾ നമ്മൾ പിന്നെ അവസാനം തെക്കോട്ടേക്ക് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് മറ്റേ കൊങ്കണ പ്രദേശത്തെത്തുകയും പിന്നെ അവിടെ നിന്ന് കർണാടക തീരത്തുള്ള ഗോകർണം, സൗപർണികം എല്ലാം കടന്ന് കേരളത്തിലെത്തി. അങ്ങനെ കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന മഹാബലിയായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളെ വരിക. അപ്പൊ നമ്മൾ പറയാണ് മഹാബലി നമ്മുടെ രാജാവാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പണ്ട് ഈ നർമ്മദാ തീരത്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ ഈ മഹാബലിയുടെ കഥയും പരശുരാമന്റെ കഥയും എല്ലാം ചേർന്ന് നമുക്ക് അതേ ഒരു കൺക്ലൂഷനിൽ എത്തി നിൽക്കാൻ നമ്മൾ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ജിജി. ഇതിലിപ്പോ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വംശപരമ്പരകള് കേരളത്തിലെ വംശമായിട്ട് ബന്ധം ഉണ്ടോ? കേരളത്തിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു കേരളത്തില് ഇപ്പോ വംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം രാമായണത്തിൽ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ശബര എന്ന് പറഞ്ഞൊരു ആളുകളുണ്ട്. അതായത് ശബരവംശം എന്ന് പറഞ്ഞൊരു വംശം മധ്യപ്രദേശിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വംശമാണ്. അപ്പൊ അതുവരെ ചിത്രകൂടം എന്നുള്ള, ഇപ്പൊ രാമായണത്തിൽ പറയുന്ന ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിന്റെയും
മധ്യപ്രദേശിന്റെ ബോർഡർ, അതിന്റെ രണ്ടിന്റെയും കൂടി അതിർത്തിയിലുള്ള ഒരു പർവ്വതമാണത്. അത് വിന്ധ്യാ പർവ്വതത്തിന്റെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ശൃംഗമാണത്. അതായത് വിന്ധ്യാ പർവ്വതമായിട്ട് ഒരു 3 കിലോമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു പർവ്വതത്തിനാണ് ചിത്രകൂടം എന്ന് പറയുന്നത്. ഇന്നും അതിന്റെ പേര് ചിത്രകൂടം എന്നാണ്. ആ പ്രദേശത്തുള്ള ചില മറ്റേ ജലാശയങ്ങൾക്ക് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മാപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന് ശബരി വാട്ടർഫാൾ എന്ന് പറയും അതിന്. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഈ ശബരിമലയൊക്കെ നമ്മൾ കേരളത്തിലല്ല, അപ്പൊ ഈ ശബരി എങ്ങനെയാണ് മധ്യപ്രദേശിൽ വന്നത്? പക്ഷെ അതിന്റെ ഒറിജിൻ, അവരുടെ ആക്ച്വൽ ഒറിജിൻ മധ്യപ്രദേശിലുള്ള ചിത്രകൂട പ്രദേശത്താണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ ശബര വംശത്തിലുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ മെയിൻ ജോലി എന്നൊക്കെ പറഞ്ഞ കൊള്ളയും പിന്നെ മറ്റേ കൊള്ളക്കാരാണ്. ബേസിക്കലി നമ്മുടെ ഫുലൻ ദേവിയൊക്കെ പോലെയുള്ള കൊള്ളക്കാരാണ്. അപ്പൊ അതാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. പക്ഷെ അതിൽ തന്നെ കുറച്ച് പേർക്ക് മാനസാന്തരം വരികയും, അപ്പൊ അതിലുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ നമ്മുടെ ഈ ദണ്ഡകാരന്റെ ഉണ്ടായിരുന്ന മഹർഷിമാരിൽ ഒരാൾ മതംഗ മഹർഷി ആ സ്ത്രീയെ സ്വന്തം ഒരു ശിഷ്യ ആയിട്ട് സ്വീകരിക്കുകയും ആ ശബരി എന്ന് പറഞ്ഞ ഈ കൊള്ളക്കാരിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തപസ്വിയാക്കി മാറ്റി. അങ്ങനെ തപസ്വിയായി മാറിയ ശബരിയാണ് ശ്രീരാമനായിട്ട് ബന്ധപ്പെടുന്നത്. ഋഷ്യമുഖ പർവ്വതത്തിൽ അലഞ്ഞുതിരിയുന്ന, സീതയെ അന്വേഷിച്ച് അലഞ്ഞുതിരിയുന്ന സമയത്ത് പമ്പാ തീരത്ത്, ഈ പമ്പ എന്ന് പറയുന്നതെല്ലാം ശരിക്കും ഉള്ള പമ്പ മധ്യപ്രദേശിലുള്ള ബർണാൽ ലേക്കാണ്. അപ്പൊ ആ പ്രദേശത്ത് വെച്ച് ശ്രീരാമൻ ശബരിയെ കാണുന്നത്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം രാമായണത്തിലുണ്ട്. പക്ഷെ ആ സംഭവം, കഥകളൊക്കെ നടക്കുന്നത് പ്രദേശത്താണ്. ഈ വിന്ധ്യാ പർവ്വതത്തിന്റെ സാനു പ്രദേശങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നിന്ന് ഈ ശബര വംശത്തിലുള്ള ആളുകൾ ദക്ഷിണ ഭാരതത്തിലേക്ക് ഇതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ കുടിയേറ്റം ചെയ്ത് അതിനുശേഷം മറ്റേ സഹ്യപർവ്വതവും മലയപർവ്വതവും ഒക്കെ കടന്ന് ഒരു പർവ്വതത്തിൽ അവര് അവിടെ സ്ഥിരതാമസമാക്കി. അതിനെയാണ് ശബരിമല എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രൈബിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ശബര ട്രൈബിനെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു എവല്യൂഷൻ, ഒരു മൈഗ്രേഷൻ നമുക്ക് രാമായണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് മഹിഷികളാണ്. അതായത് ഇപ്പോൾ മഹിഷ എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയും കാട്ടുപോത്തിനെയാണ് മഹിഷം എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലും മഹിഷം എന്നുള്ള വാക്ക് ശരിക്കും റോയൽറ്റി, അതായത് രാജത്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു രാജാവിനെ നമ്മൾ മഹിഷം എന്നും രാജ്ഞിയെ മഹിഷി എന്നും പറയും. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഇപ്പോ ഈ മൈസൂർ മൈസൂരിലെ രാജാക്കന്മാരെ മഹിഷന്മാരെന്നും പിന്നെ അവരുടെ രാജ്ഞിമാരെ മഹിഷി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു പട്ടമാണ്, അതായത് ഒരു സ്ഥാനപ്പേരാണ്. അങ്ങനെയുള്ള ഒരു മഹിഷി നമ്മൾ ഈ ശബരിമല പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ അയ്യപ്പന്റെ ഒരു ഐതിഹ്യത്തിൽ നമ്മൾ അയ്യപ്പൻ മഹിഷിയായിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പൊ അത് പലരും പറയുന്നത് വെച്ചാൽ ഇതൊരു പോത്താണോ ഒക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇത് ശരിക്കും ഒരു രാജ്ഞിയുടെ ഒരു സ്ഥാനപ്പേരാണ് മഹിഷി എന്ന് പറയുന്നത്. കൂടുതലും മൈസൂർ പ്രദേശത്തുള്ള, അതായത് ഇപ്പൊ ദക്ഷിണ ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ മൈസൂർ പ്രദേശത്തുള്ള രാജാക്കന്മാർക്കാണ് ഈ മഹിഷി എന്നുള്ള സ്ഥാനപ്പേര് അവർ കൂടുതൽ കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോ രാമായണത്തിലും നമ്മൾ ഇപ്പോ കൈകേയി, കൗസല്യ, പിന്നെ സുമിത്ര, ഇവരെല്ലാം പട്ടമഹിഷി എന്ന് പറയാം. അതായത് അവർ രാജ്ഞിമാരായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട രാജ്ഞിയെ മഹിഷി എന്ന് വിളിക്കുന്ന ഒരു ട്രഡീഷനും ഉണ്ട്. അതായത് രാജാവിന്റെ ഏറ്റവും മീൻസ് മൂത്ത പത്നി, ധർമ്മപത്നി, ആ ധർമ്മപത്നി മഹിഷി എന്ന് വിളിക്കുന്ന ഒരു ട്രഡീഷനും നമുക്ക് ഉത്തരഭാരതത്തിലെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രഡീഷൻ കണ്ടിന്യൂഷൻ ആണ് ഈ മൈസൂർ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് മഹിഷകം എന്നുള്ള പേരും അവിടുത്തെ രാജാക്കന്മാർക്ക് മഹിഷ എന്നും രാജ്ഞിമാർക്ക് മഹിഷി എന്നൊക്കെ പേരുകളൊക്കെ വന്നത്. അവിടെ നിന്ന് ഒരു ചെറിയൊരു റോയൽ ഡൈനാസ്റ്റി, ഒരു രാജവംശം നമ്മൾ കേരളത്തിൽ എപ്പോഴും എത്തിയിട്ടുണ്ട്. അതിന്റെയാണ് മഹിഷി എന്നുള്ള ഒരു ട്രഡീഷൻ നമുക്ക് അയ്യപ്പന്റെ ഐതിഹ്യങ്ങളിൽ കാണുന്നത്. ജിജി, അടുത്തൊരു ചോദ്യമുള്ളത്, നമ്മൾ കേരളം ഒരു മലബാർ കോസ്റ്റ് എന്നുള്ളൊരു ആ ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്നറിയാം അതൊരു ഒരു മേജർ ഒരു ട്രേഡിംഗ് സെന്റർ ആയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ടോ? അതായത് കേരളം അല്ലെങ്കിൽ മലബാർ കോസ്റ്റ് ഒരു വ്യാപാരത്തിന്റെ ഒരു കേന്ദ്രമായിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, സംഘർഷങ്ങളുടെ ഒരു ഭാഗമായിട്ട് എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ട്? ഇപ്പോൾ താങ്കൾ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു അങ്ങനെ ട്രേഡ് റൂട്ട്സിന്റെ കാര്യം, ഗ്രീക്ക് റോമൻസിന്റെ കാര്യം. അപ്പൊ അത് എന്തായിരുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് തരത്തിൽ ട്രേഡ് ആണെന്ന് അങ്ങനെ വല്ലതും നമുക്ക് അതെ, നമുക്ക് ഇവിടെ ഒരു ലിറ്ററേച്ചറിന്റെ ഒരു അഭാവം, അതായത് ഒരു ഏൻഷ്യന്റ്
ഒരു പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അഭാവം വളരെ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് ഇതിന്റെ കേരളത്തെക്കുറിച്ചുള്ള ഡയറക്റ്റ് വെരി ക്ലിയർ ഇൻഫർമേഷൻ, അതായത് ഏറ്റവും വ്യക്തമായ ഇൻഫർമേഷൻ നമുക്ക് അശോക കാലഘട്ടത്തിൽ മുതലേ കിട്ടുന്നുള്ളൂ. അപ്പൊ അശോക കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഒരു 250 BC കാലഘട്ടത്തിലുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് അശോക ശാസനത്തിൽ നമുക്ക് ദക്ഷിണ ഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട 3-4 രാജവംശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് പാണ്ഡ്യ, ചോള, പിന്നെ കേരളപുത്ര, സത്യപുത്ര എന്നിങ്ങനെ 3-4. സത്യപുത്ര എന്ന് പറയുന്നത് ഈ കോയമ്പത്തൂർ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജവംശമാണ്. പിന്നെ കേരളപുത്ര, അത് നമ്മുടെ ഇപ്പൊ കേരളം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇതാണ് നമുക്ക് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നമുക്ക് ആകെക്കൂടി കിട്ടുന്നത് 250 BC കാലഘട്ടത്തിലുള്ള അശോക ശാസനത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 250 BCക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ കുറച്ച് ഒരു ഗ്രേ ഏരിയ, പിന്നെ അത് കുറച്ചും കൂടി കുറച്ച് കഴിയുമ്പോൾ ഡാർക്ക് ഏരിയ എന്ന് പറയും. അത് പിന്നെ നമുക്ക് തമിഴ് സംഘം കൃതികളുണ്ട്. പക്ഷെ തമിഴ് സംഘം കൃതികളും നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു 4th century CE, അതായത് ഇവൻ അശോകന്റെ ചക്രവർത്തിയുടെയും കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലുള്ള തമിഴ് സംഘം കൃതികളിൽ ഒന്ന് സിലപ്പതികാരം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു തമിഴ് ഇതിഹാസം എന്ന് പറയാവുന്ന ഒരു കൃതിയുണ്ട്. അത് എഴുതിയത് ഒരു മലയാളിയാണെന്ന് പറയാം. മലയാളം എന്നുള്ള വാക്ക് നമുക്ക് കുറച്ച് ഒരു നമുക്ക് അത് പറയാമെന്ന് മാത്രം. പിന്നെ വെച്ചാൽ നമ്മുടെ മലയാളം എന്നുള്ള ഭാഷ നമ്മൾ തമിഴിൽ നിന്ന് വേർതിരിഞ്ഞത് കുറച്ചുകൂടി കാലഘട്ടത്തിന് ശേഷമാണ്. എന്നാലും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് ഇളങ്കോ അടികൾ എന്ന് പറഞ്ഞ ഒരു കവി, അദ്ദേഹം ഈ ചേരൻ ചെങ്കുത്തവന്റെ, രാജാവ്, ചേര രാജാവായ ചെങ്കുത്തവന്റെ അനുജനാണ്. അപ്പൊ ഇളങ്കോ അടികൾ മറ്റേ ചേര രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും കേരളത്തിന്റെ രാജാവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം മലയാളി എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പറയാൻ പറ്റില്ലെങ്കിൽ അത് അന്ന് ചെന്തമിഴാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഷ. കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം ചെന്തമിഴ് ഭാഷയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ഒരു പൂർവികൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചേര രാജാവായിട്ടുള്ള ഈ ചേരൻ ചെങ്കുത്തവന്റെ അനുജനായിട്ടുള്ള ഇളങ്കോവടികൾ രചിച്ച ഒരു ശിലപ്പതികാരം എന്നുള്ള കൃതിയിൽ നമുക്ക് കൂടുതലും ഈ മൂന്ന് പ്രധാനപ്പെട്ട ജനപദങ്ങളെ കുറിച്ച്, അതായത് ചോളരാജ്യം എന്ന് പറഞ്ഞ കാവേരി തീരത്തുള്ള ഒരു രാജ്യം, പിന്നെ പാണ്ഡ്യരാജ്യം, അത് വൈഗൈ തീരത്തുള്ള ഒരു രാജ്യം, പിന്നെ മൂന്നാമത്തത് കേരള രാജ്യം. അവിടെ നമുക്ക് ഒരു പെരിയാർ എന്നുള്ള നദിയുണ്ട്. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. ഒന്ന് നമ്മുടെ ഇപ്പൊ പറയുന്ന പെരിയാർ തന്നെയാണെന്നും പറയുന്നു. പിന്നെ തിരുവനന്തപുരത്തുള്ള ദക്ഷിണ താമ്രപർണി എന്ന് പറയപ്പെടുന്ന ഒരു നദിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ഇച്ചിരി കൺഫ്യൂഷനാണ്. അതൊരു ചെറിയൊരു അൺഫോർച്ചുനേറ്റ്, കാരണം നമുക്ക് ഇപ്പോഴും അത് തീരുമാനം ഉറപ്പിക്കാനായിട്ടില്ല. എന്നിരുന്നാൽ പോലും കേരളം എന്നുള്ള സ്ഥലമാണെന്നുള്ള സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ടതും കേരളത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഒന്ന് തമിഴ് ഇതിഹാസങ്ങൾ, സിലപ്പതികാരം, മണിമേഖലൈ, പിന്നെ അതിന്റെ തിരുക്കുറൽ, പിന്നെ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ. പിന്നെ കുറച്ചും കൂടിയും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അശോക ശാസ്ത്രങ്ങളാണ്. പിന്നെ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യ കാലഘട്ടത്തിൽ, അതായത് അശോകനേക്കാളും കുറച്ചും കൂടിയും മുമ്പ് ജീവിച്ചിരുന്ന, അതായത് ഇപ്പോ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുമ്പോൾ അശോകന്റെ ഒരു പൂർവ്വ പിതാമഹൻ, അതായത് അശോകൻ, പിന്നെ ബിംബിസാരൻ, പിന്നെ അശോക മൗര്യൻ. അപ്പോൾ പൂർവ്വ പിതാമഹനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലും കുറച്ച് നമുക്ക് കേരളത്തെ കുറിച്ചുള്ള ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. അതിൽ പറയുന്നത് അനുസരിച്ച് മൗര്യ സാമ്രാജ്യത്തിന്റെ ഒരു സാമാന്ത രാജ്യം. അപ്പൊ നമ്മൾ ഇവിടെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ്, നമ്മളുടെ ഒരു ടോക്ക് വഴി ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോൾ എല്ലാ മാപ്പ് കാണുമ്പോഴും ഈ മൗര്യ സാമ്രാജ്യം നമ്മൾ നോക്കുമ്പോൾ ചോള, കേരള, പാണ്ഡ്യ രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായുള്ള അർദ്ധസത്യം മാത്രമാണത്. ഈ മൗര്യ സാമ്രാജ്യത്തിന് സാമാന്ത രാജ്യങ്ങൾ, ഇപ്പോൾ വടക്കും കിഴക്കുമുള്ള സാമാന്ത രാജ്യങ്ങളെ അവർ മൗര്യ സാമ്രാജ്യത്തിന്റെ കൂടെ ചേർത്ത് കാണിക്കും. പക്ഷെ ദക്ഷിണ ഭാരതത്തിലുള്ള പാണ്ഡ്യ, കേരള, ചോളങ്ങളെ അവർ വേറിട്ട് കാണിക്കുന്നത് ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ മൗര്യ സാമ്രാജ്യത്തിൽ അവര് കേരള, പാണ്ഡ്യ, ചോള രാജവംശങ്ങളെല്ലാം തന്നെ അതിന് സാമാന്തരായിരുന്നു. ശരിക്കും മൗര്യ സാമ്രാജ്യം നമ്മുടെ ശ്രീലങ്ക വരെ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ കേരളവും പാണ്ഡ്യവും ചോളവും എല്ലാം സാമന്തരായിട്ട് അതിനകത്ത് പെട്ടിരുന്നു. അപ്പൊ നമുക്കൊരു 350 BC വരെ നമുക്ക് കേരളത്തെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നു. പിന്നെ നമ്മൾ ഇപ്പൊ എന്റെ പുസ്തകങ്ങളിൽ ഋഗ്വേദം, രാമായണം, മഹാഭാരതം, ഇങ്ങനെ ഈ 3 പുസ്തകങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്നത് വളരെ ഇൻഡയറക്റ്റ് റെഫറൻസസ് ആണ്. അപ്പൊ അതിൽ ഞാൻ ഋഗ്വേദത്തിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. അതായത് അവിടെ നിന്ന് നമുക്ക് ഋഗ്വേദത്തിൽ ആകെക്കൂടി പറയാൻ പറ്റുന്നത് ഈ ഗുജറാത്ത് പ്രദേശങ്ങളിലുള്ള സീ പോർട്ടുകൾ, അതായത് തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ പല ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഋഗ്വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള വലിയ വലിയ കപ്പലുകൾ, നാവം, അത് നമ്മൾ ഋഗ്വേദത്തിൽ 10ാം മണ്ഡലത്തിലെ സൂക്തങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷെ അത് എങ്ങോട്ട് പോയെന്നോ അല്ലെങ്കിൽ എവിടെയാണ് കൃത്യമായിട്ട് പോയി, എന്തൊക്കെ അത് വ്യാപാര സാധനങ്ങൾ കൊണ്ടുവന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക്
കിട്ടുന്നില്ല. ഇപ്പൊ മരീചി എന്നുള്ളൊരു വാക്ക് നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്കറിയാം ഇത് മരീച എന്ന് പറഞ്ഞ പെപ്പർ എന്നർത്ഥം. അപ്പൊ പെപ്പർ എന്നുള്ള വാക്ക് നമ്മൾ ഋഗ്വേദത്തിൽ കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാം അത് കൊണ്ടുവന്നത് നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ മുസിരീസ് എന്ന തുറമുഖത്തിൽ നിന്ന് കിട്ടിയതാവാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഒരു വാക്ക് നമുക്ക് ഋഗ്വേദത്തിൽ കാണുന്നില്ല. മരീചം മരീചം എന്ന് പറഞ്ഞാൽ ഈ കുരുമുളകിനെയും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മുളകിനെ തന്നെ നമ്മൾ ഹിന്ദിയിൽ മിർച്ചി എന്ന് പറയുന്നത് ശരിക്കും ഈ മരീചം എന്നുള്ളതിന്റെ ഹിന്ദി കറപ്ഷനാണ് മിർച്ചി. അപ്പൊ ഇന്ന് മിർച്ചി എന്ന് പറഞ്ഞാൽ എരിവുള്ള അല്ലെങ്കിൽ മുളക് എന്ന അർത്ഥത്തിൽ. ഇപ്പൊ അതിന്റെ ഒറിജിനൽ സംസ്കൃതത്തിൽ മരീചം എന്ന് പറഞ്ഞാൽ കുരുമുളക്. അപ്പൊ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം കേരളത്തിൽ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്ന്. കാരണം അന്നത്തെ കാലത്ത് ഈ പെപ്പർ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഓൾ ഓവർ വെസ്റ്റേൺ ഗാട്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും പ്രാചീനമായിട്ട് ഈ പെപ്പർ കൃഷി ചെയ്തിരുന്നത് കേരളം തന്നെയാണ്. അപ്പൊ ഈ നമ്മളിപ്പോ ഈവൻ നമ്മൾ ഗ്രീക്ക് റോമൻ ഗ്രന്ഥങ്ങളിലും നമ്മൾ കേരളവുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ പെപ്പർ വഴിയാണ്. മരീചം അല്ലെങ്കിൽ അതിന്റെ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ഈക്വലൻ വേർഡ് അത് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മരീചം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാമായണത്തിലും മഹാഭാരതത്തിലും പരാമർശിക്കുന്ന മരീചി പട്ടണം, അപ്പൊ അത് നമുക്ക് പെപ്പറായിട്ട് ബന്ധപ്പെടുകയും പെപ്പറായിട്ട് നമ്മൾ ഒരു പെപ്പർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ഉടനെ തന്നെ അത് കേരളമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബിഫോർ 350 BC, അതായത് ഈ മൗര്യ കാലഘട്ടത്തിന് മുമ്പുള്ള കേരളത്തിന്റെ ഒരു പ്രസൻസിനെ കുറിച്ച് നമുക്ക് രാമായണവും മഹാഭാരതവും ഋഗ്വേദവും വെച്ചിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ പുസ്തകങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പുസ്തകം കൂടുതൽ വായിക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. അത് പക്ഷെ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനത് ജോഗ്രഫി തന്നെ ഒരു 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടംപററി ജോഗ്രഫി ഓഫ് രാമായണത്തിലെ മഹാഭാരതത്തിലെ കണ്ടംപററി ജോഗ്രഫി, അതായത് രാമനും പാണ്ഡവരും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഭൂമിശാസ്ത്രം. പിന്നെ 2 ലെയർ കൂടിയുണ്ട്. അതിനിടയിൽ എഴുതപ്പെട്ട ഭൂമിശാസ്ത്രവും പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭൂമിശാസ്ത്രവും പിന്നെ ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർത്ത ഭൂമിശാസ്ത്രം. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പത്തെ ടോക്കിൽ ഞാൻ വിശദീകരിച്ചു. കൂടുതൽ ആളുകൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 350 BC മുമ്പുള്ള കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഋഗ്വേദയിൽ നിന്നും ഒരു മീഡിയം ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ രാമായണത്തിൽ മഹാഭാരതം ഡയറക്റ്റ് റെഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ട് രാമായണത്തിലും മഹാഭാരതത്തിലും. ഇപ്പൊ രാമായണത്തിന്റെ മഹാഭാരതത്തിന്റെ കാലഘട്ടം എന്ന് ഞാൻ പറയുന്നത് രാമന്റെ കണ്ടംപററി കാലഘട്ടം ഒരു 2000 BC ശേഷം 950 BC to 850 BC. ഇംഗ്ലീഷിൽ പറയുന്നതിന് ക്ഷമിക്കണം. പിന്നെ മഹാഭാരതത്തിന്റെ കാലഘട്ടം ഒരു 1850 BC to 1750 BC. അതായത് 2000 BC ശേഷമുള്ള ആ ഒരു എന്താ പറയാ സെക്കൻഡ് മില്ലാനിയം BC ആദ്യത്തെ ക്വാർട്ടർ, അല്ലെങ്കിൽ 2000 BC to 1750 BC ആ കാലഘട്ടത്തിലാണ് രാമനും പാണ്ഡവരും ജനിച്ചതെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിന്റെ ഒരു പ്രസൻസ് ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് അതിന് ചില തുറമുഖങ്ങളുടെ രീതിയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഒരു ഡയറക്റ്റ് എവിഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ ഒരു ഒരു പോസ്റ്റുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഓഫ് തോട്ട് അതിന് കുറച്ചുകൂടി സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇരുമ്പ് അയൺ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പിന്റെ ഒരു ഉപയോഗം ദക്ഷിണ ഭാരതത്തിൽ നമ്മൾ ഉത്തര ഭാരതത്തിനേക്കാളും ആദ്യമേ ഉണ്ടായി എന്നുള്ള ഒരു പുതിയൊരു അറിവ് നമുക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ ഓഫ് തോട്ട് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഇടയിലായിട്ട്. അപ്പൊ ഞാൻ പുസ്തകം ഇതിന് ശേഷമാണ് ഈ ഒരു ലൈൻ ഓഫ് തോട്ട് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയിട്ടുള്ളത്. അപ്പൊ എന്റെ പുസ്തകങ്ങൾ ഇപ്പോൾ 2022, 2021, 2024 ഈ 3 വർഷങ്ങളായിട്ടാണ് എന്റെ 3 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയത്. പിന്നെ അതിനുശേഷം ഒരു 2025 കിട്ടിയ ഒരു പുതിയൊരു അറിവാണ് നമുക്ക് ഇരുമ്പ് വളരെ കൂടുതലായിട്ട് നമുക്ക് ദക്ഷിണ ഭാരതത്തിലാണ് ഇരുമ്പിന്റെ ഒരു ഉൽപാദനവും പിന്നെ അത് ഉപയോഗിച്ചുള്ള ആയുധങ്ങളും മറ്റ് വസ്തുക്കളുടെയും ആദ്യമായിട്ടുള്ള ഉൽപാദനം ദക്ഷിണ ഭാരതത്തിലാണ് എന്നുള്ളതും ഈവൻ ഉത്തര ഭാരതത്തിനേക്കാളും ആദ്യം തന്നെ അവരെക്കാളും മുമ്പ് തന്നെ നമുക്ക് ഇവിടെ 3000 BC മുതൽ അങ്ങോട്ട് ഇരുമ്പ് ഉൽപാദനം ഉണ്ടായിരുന്നു. പിന്നെ ഉത്തര ഭാരതത്തിൽ ഇതിന്റെ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 2200 2000 BC മുതലാണ് ഇരുമ്പിന്റെ ഉൽപാദനവും ആയുധങ്ങൾ
നാരജ എന്നൊക്കെ പറയുന്ന ആയുധങ്ങൾ രാമനും പിന്നെ പാണ്ഡവർ ഉപയോഗിച്ചതായി പറയുന്നത്. അപ്പൊ ഈ നാരജ എന്ന് പറഞ്ഞ ഇരുമ്പ് കൊണ്ടുള്ള അമ്പിനെയാണ് നാരജം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആയുധങ്ങളൊക്കെ പരാമർശിക്കുന്നത് 2000 BC ശേഷമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ദക്ഷിണ ഭാരതത്തിൽ അതിനേക്കാൾ മുമ്പ് കിട്ടിയ എന്നുള്ള ഒരു ഗവേഷണം നമ്മുടെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ പാണ്ഡവരും പിന്നെ മറ്റേ മറ്റു രാമായണ കാലഘട്ടത്തിലെ ആളുകളൊക്കെ കേരളത്തിലേക്ക് വന്നു പോകാനുള്ള സാധ്യതകൾ അത് കൂട്ടുന്നു. പിന്നെ അതിനൊരു ഒരു ചെറിയൊരു ഇംപ്ലിക്കേഷൻ, ചെറിയൊരു കണക്ഷൻ ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം ഈ സഹദേവൻ എന്ന് പറയുന്ന ആള്, അതായത് നമ്മുടെ പാണ്ഡവരിൽ 5ാമനായ സഹദേവൻ, അദ്ദേഹത്തിന് ഈ വാള് വെച്ചിട്ടുള്ള യുദ്ധം, അതായത് സ്വോർഡ് ഫൈറ്റിൽ വളരെ നിപുണനായ ഒരു വ്യക്തിയാണ് സഹദേവൻ. അപ്പൊ അദ്ദേഹം ദക്ഷിണ ഭാരതമാണ് തെരഞ്ഞെടുത്തത്. അതായത് യുധിഷ്ഠിരന്റെ ദിഗ്വിജയ സമയത്ത് 4 പാണ്ഡവന്മാരെ 4 ഭാഗത്തേക്കായിട്ട് അയക്കുകയാണ്. അതിൽ അർജുനൻ പോയത് ഉത്തര ഭാരതത്തിലേക്കാണ്. അവിടെ പുള്ളി പോയത് ധനം സമാഹരിക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഈ സിൽക്ക് റൂട്ടിന്റെ ഒക്കെ ഒരു പ്രീകർസർ, മറ്റേ വൈശ്രവണ, കുബേര അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും ചൈനീസ് ടിബറ്റൻ ആളുകളെയാണ് യക്ഷന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവർക്ക് ഒരുപാട് ധനമുണ്ട്. ഈ ഹിമാലയ പർവ്വതത്തിലുള്ള അവരുടെ ഈ മറ്റേ ആവാസ വ്യവസ്ഥകളിലും നഗരങ്ങളിലും ഒരുപാട് ധനം. അപ്പൊ ധനം സമാഹരിക്കാൻ വേണ്ടി അർജുനൻ വടക്കോട്ട് പോയി. അങ്ങനെ ധനഞ്ജയൻ എന്നുള്ള പേര് അർജുനൻ ലഭിക്കും. അതുപോലെ ഭീമൻ കിഴക്കോട്ട് പോയി അയോധ്യ നഗരം വരെ കീഴടക്കിയിട്ടുണ്ട്. നകുലൻ പടിഞ്ഞാട്ട് പോയിട്ട് നമ്മുടെ പാകിസ്ഥാൻ പ്രദേശങ്ങളെല്ലാം കീഴടക്കി. പക്ഷെ സഹദേവൻ ദക്ഷിണ ഭാരതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വാളുകളൊക്കെ വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലേക്ക് വരുന്നത് തന്നെ അത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളുള്ള പ്രാവീണ്യം, ദക്ഷിണ ഭാരതത്തിലുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളുടെ പ്രാവീണ്യത്തെ കുറിച്ചുള്ള ഒരു അറിവ് സഹദേവൻ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ധ്വനി അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഈ ഡിസ്കവറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം സഹദേവനും ഇരുമ്പും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ട്. അപ്പൊ ദക്ഷിണ ഭാരതത്തിൽ കൂടുതൽ ഇരുമ്പയായിട്ട് ബന്ധപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കത് ഈ ഒരു കണക്ഷൻ നമുക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ സഹദേവന്റെ കുറിച്ച് പറയുന്നത്, പക്ഷേ അദ്ദേഹം ഈ ശൂർപാരകം ഈ അന്ന പ്രദേശം വരെ എത്തിയതിനു ശേഷം, അതായത് ഭൃഗുകക്ഷം എന്ന സ്ഥലത്തെത്തിയിട്ട് ലങ്കയിലേക്ക് സന്ദേശം അയക്കുകയും അവിടെ നിന്ന് വൈശ്രവണന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഈ കപ്പം വാങ്ങുകയും അതിനുശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നില്ല. അവിടെ തന്നെ തമ്പടിച്ച് ശൂർപാരകം എന്നുള്ള പ്രദേശത്ത് തമ്പടിച്ച്, അതായത് നോർത്തേൺ മഹാരാഷ്ട്ര കോസ്റ്റൽ പ്രദേശത്ത് തമ്പടിച്ചതിന് ശേഷം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്, കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് സന്ദേശവാഹകർ അയച്ച് കപ്പം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം രാമായണത്തിൽ മഹാഭാരതത്തിൽ തന്നെ പറയുന്നതനുസരിച്ച് സഹദേവൻ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് വരും. പക്ഷെ കേരളം ഇല്ല എന്നർത്ഥം വരുന്നില്ല. അപ്പൊ കേരളം എന്നുള്ള പ്രദേശം അന്ന് ഉണ്ടായിരിക്കാം എന്നുള്ള സാധ്യത നമ്മൾ മഹാഭാരതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രാമായണത്തിലും ശ്രീരാമൻ കേരളത്തിലേക്ക് വന്നില്ല എന്നെങ്കിൽ പോലും കേരളം എന്നുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം രാമായണത്തിലുണ്ട്. കേരളത്തിലെ പ്രധാനമായ നഗരങ്ങൾ, രാമായണത്തിൽ മുസിരി പട്ടണത്തെക്കുറിച്ച് പറയുന്നു, അതായത് മരീചി പട്ടണത്തെക്കുറിച്ച് പറയുന്നു. മഹാഭാരതത്തിൽ ഏഴിമല, അതായത് കൊല്ലഗിരിയെ കുറിച്ചും പറയുന്നുണ്ട്. മുസിരിസിനെ കുറിച്ച്, അതായത് മുരച്ചി പട്ടണം എന്നുള്ള പേരിൽ മുസിരിസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ മഹാഭാരതം കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ 2 നഗരങ്ങളെ കുറിച്ച് നമുക്ക് മഹാഭാരതത്തിൽ കിട്ടുന്ന 2 പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥലങ്ങളെ കുറിച്ച്, കേരളം എന്നുള്ള പേര് കൂടാതെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേരളത്തെ കുറിച്ച് മഹാഭാരതത്തിലും, ഒരു പ്രധാനപ്പെട്ട സ്ഥലം വ്യക്തമായിട്ട് തന്നെ രാമായണത്തിലും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഹൈന്ദവ സംസ്കാരത്തില് ഈ തീർത്ഥക്ഷേത്രത്തിന് നല്ല ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും തീർത്ഥക്ഷേത്രം കേരളത്തിലുള്ളതായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടോ? ഒരു തീർത്ഥയാത്രാ പർവം എന്ന് പറഞ്ഞിട്ട് ഒരു പർവം നമ്മുടെ വനപർവ്വത്തില് യുധിഷ്ഠിരന്റെ യാത്രയെ കുറിച്ചുള്ള, യുധിഷ്ഠിരന്റെ ഒരു യാത്രയുടെ സംബന്ധിയായിട്ടുള്ള, അപ്പോൾ യുധിഷ്ഠിരൻ സ്വയം സഞ്ചരിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നർമ്മദ, ഗോദാവരി വരെയുള്ള സ്ഥലങ്ങളാണ് വ്യക്തമായിട്ട് യുധിഷ്ഠിരൻ സഞ്ചരിച്ചതായിട്ട് പറയുന്നത്. പക്ഷെ യുധിഷ്ഠിരന്റെ കൂടെ നടന്ന മഹർഷിമാര്, അതായത് ലോമശൻ പോലുള്ള മഹർഷിമാര്, പിന്നെ അതിനുശേഷം പുലസ്ത്യ മഹർഷി പറയുന്ന തീർത്ഥസ്ഥാനങ്ങള്, പിന്നെ അത്രിയല്ല ധൗമ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാണ്ഡവരെ കുലഗുരുവാണ്. അപ്പൊ ഇങ്ങനെ 2 മഹർഷിമാരും പിന്നെ ഒരുപാട് തീർത്ഥ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സ്ഥലങ്ങളില് ചില സ്ഥലങ്ങള്, അതായത് കേരളത്തിലെ തീരപ്രദേശത്തുള്ള കുമാരി തീർത്ഥം, അത് ഇപ്പൊ ഇന്ന് തമിഴ്നാടാണെങ്കിലും പക്ഷെ കുമാരി തീർത്ഥം വളരെ വ്യക്തമായിട്ട് വളരെയധികം പ്രാധാന്യത്തോടു കൂടി പറയുന്നുണ്ട്. പിന്നെ അഗസ്ത്യ തീർത്ഥം, അഗസ്ത്യകൂടം എന്ന് പറയുന്ന അഗസ്ത്യമുനിയുടെ സംബന്ധിക്കുള്ള സ്ഥലങ്ങളെ കുറിച്ചും ഒരുപാട് പറയുന്നുണ്ട്.
അത് രാമായണത്തിലും ഒരു പ്രക്ഷിപ്തമായിട്ടുള്ള, അതായത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഒരു സർഗത്തിൽ നമ്മൾ അഗസ്ത്യ മഹർഷിയുടെ ഈ മറ്റേ മലയെക്കുറിച്ചും അതിനെ തൊട്ടടുത്താണ് നമ്മുടെ മരുത്വ മല, അതിനെക്കുറിച്ച് ഋഷഭപർവ്വതം എന്നൊക്കെ പറയുന്ന രാമായണത്തിൽ വളരെ കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ തീർത്ഥസ്ഥാനങ്ങൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് സ്ഥലത്തേക്കാൾ കൂടുതൽ, രണ്ട് സ്ഥലം എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ തുറമുഖങ്ങളെ കുറിച്ചും പിന്നെ രാജാക്കന്മാർ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചും വ്യാപാരം നടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. പക്ഷെ തീർത്ഥസ്ഥാനം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സ്ഥലങ്ങൾ മറ്റേ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് വന്ന് ഈ കന്യാകുമാരി, അതിനെ കുമാരി തീർത്ഥം എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഋഷഭ പർവ്വതം, മരുത്വ മലൈ, പിന്നെ മഹേന്ദ്രഗിരി. മഹേന്ദ്രഗിരിയെ കുറിച്ചും വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. പക്ഷെ കന്യാകുമാരി ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഏതായാലും നമ്മൾ കേരളം എന്നുള്ള രീതിയിൽ തന്നെയാണ് കന്യാകുമാരി കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ കന്യാകുമാരി പ്രദേശത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ, അതായത് പിന്നെ ഒരു സുചീന്ദ്രം, അത് എൻ്റെ മാപ്പിൽ ഞാൻ കാണിച്ചിരുന്നതാണ്. സുചീന്ദ്രം എന്നുള്ള ആ സ്ഥലത്തെക്കുറിച്ച്, ഇന്ദ്രനായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലത്തെക്കുറിച്ചും ഞാൻ ഒരു ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാപ്പ് എടുക്കാം. അപ്പൊ അതില് ഇപ്പോ ഈ കന്യാകുമാരി പ്രദേശത്തെ നമ്മൾ പറയുന്നത് കുമാരി തീർത്ഥം എന്നും, പിന്നെ ഋഷഭ എന്ന് പറയുന്നത് മരുത്വ മലയെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ നാഗർകോവിൽ, അതിനെ ഭോഗവതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ത്രികൂട അല്ലെങ്കിൽ തെക്കുമലയെ കുറിച്ച് പറയുന്നുണ്ട്, ലങ്കയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ ചക്രഗിരിയെ മൈനാകം എന്നുള്ള രീതിയിലും, പിന്നെ മഹേന്ദ്രഗിരി ഡയറക്റ്റ് ആയിട്ട് മഹേന്ദ്രഗിരി എന്ന് ഇന്നത്തെ അതേ പേര്. പിന്നെ അഗസ്ത്യകൂടം, അഗസ്ത്യന്റെ ആ ഒരു മറ്റേ അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യകൂടം എന്ന് പറയുന്ന സ്ഥലം, മലയപർവ്വതത്തെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദക്ഷിണ കേരളത്തെ കുറിച്ചുള്ള ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്. പിന്നെ താമ്രപർണി നദി അഗസ്ത്യകൂടത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്, പക്ഷെ കന്യാകുമാരിയിലുള്ള ഒരു പ്രധാന നദിയാണ്. പിന്നെ അതിന്റെ തീരപ്രദേശത്തുള്ള കവാടം, അതായത് കോർക്കെ എന്നുള്ള തുറമുഖം, അത് മുസിരിസ് പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു തുറമുഖം പാണ്ഡ്യരാജ്യത്തിന്റെ, അതിനെക്കുറിച്ചുമെല്ലാം നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ തീർത്ഥസ്ഥാനം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ തന്നെ നമുക്ക് കേരളത്തെക്കുറിച്ചും പാണ്ഡ്യരാജ്യത്തെക്കുറിച്ചും പറയുന്നതായിട്ട് കാണാം. ജിതിച്ചി, നമുക്കിപ്പോ ഭാരതത്തിന്റെ മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് വളരെയധികം വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് നമ്മുടെ ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ഈവൻ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ആചാരങ്ങൾ, രീതികളൊക്കെ കുറച്ച് വ്യത്യാസമാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടായാലും കർണാടകയായാലും നമുക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? അതുപോലെ തന്നെ നാഗാരാധന, അല്ലെങ്കിൽ സർപ്പങ്ങളോടുള്ള ആ ഒരു ആരാധന നമ്മുടെ നാട്ടിൽ വളരെ ഇതുള്ളതാണ്, പ്രസക്തിയുള്ളതാണ്. അത് സർപ്പക്കാവുകളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്രയധികം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടോ? വളരെ തീർച്ചയായും ഉണ്ട്. അപ്പൊ ഇതിലിപ്പോ കേരളത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തത എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബൗണ്ടറിയാണ്. അതായത് ഇപ്പം ഇന്ത്യക്ക് മറ്റ് ഏഷ്യയിലുള്ള മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തതയുണ്ട്. അതിന് കാരണം ഹിമാലയ പർവ്വതമാണ്. അപ്പൊ നമ്മുടെ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശ് മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആസാം, സിക്കിം, നേപ്പാൾ, പിന്നെ ഉത്തരാഖണ്ഡ്, കശ്മീർ മുതൽ പിന്നെ പാകിസ്ഥാന്റെ പടിഞ്ഞാറ് പ്രദേശം, വെസ്റ്റേൺ സുലൈമാൻ മൗണ്ടെയിൻസ്, അത്രയും വരെയുള്ള റീജിയൻ, അതായത് അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് വരെയുള്ള റീജിയൻ നമുക്കൊരു നാച്ചുറൽ ബൗണ്ടറി കിട്ടിയിട്ട് അങ്ങനെയാണ് നമുക്ക് ഭാരതത്തിന്റെ സംസ്കൃതി മറ്റ് ഭാരതേതരമായ ഏഷ്യൻ സംസ്കൃതിയിൽ നിന്ന് വ്യത്യാസമായത്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു പ്രതിഭാസം, അതിന്റെ ഒരു മിനിയേച്ചർ പ്രതിഭാസം നമുക്ക് കേരളത്തിലും കാണാൻ സാധിക്കും. ഈ സഹ്യപർവ്വതവും മലയപർവ്വതവും ചേർന്ന് ഒരു ബൗണ്ടറി ഫോം ചെയ്യാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇത് കുറച്ച് സാമ്യം നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ആയിട്ടാണ്. അപ്പൊ കാരണം ഗുജറാത്ത് മുതൽ അങ്ങോട്ട് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ ഏതാണ്ട് നമുക്ക് വിത്തൗട്ട് പർവ്വതങ്ങളുടെ തടസ്സം കൂടാതെ സഞ്ചരിക്കാം. അപ്പൊ അതുകൊണ്ട് കേരളത്തായിട്ട് കൾച്ചറിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഗുജറാത്ത് തീരം മുതൽ നർമ്മദയുടെ തെക്ക് ഭാഗമുള്ള ഗുജറാത്ത് തീരം മുതൽ കന്യാകുമാരി വരെ കാണാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറമുള്ള പ്രദേശമായിട്ട് ഒരു ഐസൊലേഷൻ, അത് നമ്മുടെ സഹ്യപർവ്വതവും മലയപർവ്വതവും ചേർന്ന ഒരു ഐസൊലേഷൻ ഫോം ചെയ്തിരിക്കുകയാണ്. അതിനൊരു ചെറിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഗ്യാപ്പ്. അപ്പൊ ഈ പാലക്കാട് ഗ്യാപ്പിന്റെ ആണ് നമ്മൾ ഈ ഇതിഹാസങ്ങളിൽ പറയുന്ന മലപർവ്വതം, സഹ്യപർവ്വതം, നമ്മൾ വ്യത്യാസം നമ്മൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇന്നത്തെ ജോഗ്രഫിയിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം സഹ്യപർവ്വതം എന്ന് പറയും, മലപർവ്വതം എന്നുള്ളത് കോൺസെപ്റ്റ് നമ്മൾ മറന്നുപോയി. അപ്പൊ അത് കാരണം കൊണ്ട്, പക്ഷെ പണ്ടുള്ള നമ്മുടെ രാമായണം എഴുതിയ വാൽമീകിയും വ്യാസനും അങ്ങനെയുള്ള പഴയ കവികൾക്ക് അത് രണ്ട് പർവ്വതങ്ങളായിരുന്നു. അപ്പോൾ പാലക്കാട് പാസ് വരെയുള്ള അത് നമ്മുടെ സഹ്യപർവ്വതം എന്നും,
പാലക്കാട് പാസിന് ശേഷമുള്ള ദക്ഷിണ ഭാഗത്തുള്ള വെസ്റ്റേൺ ഗട്ട്സിനെ നമ്മൾ മലയപർവ്വതം എന്നും പറയും. അപ്പൊ ഈ മലയപർവ്വതത്തിൽ നിന്നാണ് മലയാളം എന്നൊക്കെയുള്ള വാക്കുകൾ വന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു ഈ പർവ്വതം, രണ്ട് പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ സഹ്യനും മലയനും ചേർന്നുണ്ടാക്കിയ ഒരു ഒരു സെപ്പറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ മലയാളം ഒരു പ്രത്യേക ഒരു കൾച്ചർ, ഒരു കോസ്റ്റൽ കൾച്ചർ, അതിനെ നമ്മളൊരു വെസ്റ്റേൺ ട്രോപ്പിക്കൽ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയും. അതായത് ഒരു തീരപ്രദേശത്തുള്ള ഒരു പശ്ചിമ തീരപ്രദേശത്തുള്ള ഒരു പ്രത്യേകതരം സംസ്കാരം, അതിൻ്റെതായ പ്രത്യേകതകൾ. അതായത് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും നാളികേരം ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പിന്നെ വെളിച്ചെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ആണ് നമ്മുടെ പ്രത്യേകത. ഇപ്പൊ ഈവൻ തമിഴ്നാട്ടിൽ പോയാൽ പോലെ ചിലപ്പോൾ ആണെങ്കിൽ ഇത്രയും കൂടുതൽ നാളികേരം ഉപയോഗിക്കുകയും വെളിച്ചെണ്ണ ഉപയോഗിക്കുകയും കാണുന്നതില്ല. അപ്പൊ നമുക്ക് തമിഴ്നാടായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം, ഈവൻ മലയാളം തമിഴ് ഇത്രയും വളരെ വളരെയധികം അടുത്ത ഭാഷകളായിട്ട് പോലും ചെറിയൊരു സാംസ്കാരികമായ വ്യത്യാസം വരാൻ കാരണം ഈ ഒരു പർവ്വതങ്ങളുടെ ഒരു തടസ്സം. അപ്പൊ സഹ്യന് അല്ലെങ്കിൽ മലയപർവ്വതത്തിന് കിഴക്കുള്ള പ്രദേശങ്ങൾക്ക് ഒരു പ്രത്യേക വ്യത്യസ്തമായ ഒരു സംസ്കാരം, ചോളപാണ്ഡ്യ സംസ്കാരം രൂപപ്പെടുകയും അതിന് പടിഞ്ഞാറുള്ള ആളുകൾക്ക് ഒരു കേരളത്തിൻ്റെതായ സംസ്കാരം രൂപപ്പെടുക. അത് ചിലപ്പതികാരത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ മറ്റേ തമിഴ്നാട്ടിൽ നിന്നുള്ള ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നമ്മൾ മലവർ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് മലയിൽ താമസിക്കുന്നവർ. അതായത് അവരെ സംബന്ധിച്ചോളം കിഴക്കുനിന്ന് നോക്കുമ്പോൾ ഈ മലയപർവ്വതം, സഖ്യപർവ്വതം ഉണ്ട്, അതിനപ്പുറത്തുള്ള ആൾക്കാർ മലവർ എന്നുള്ള രീതിയിലാണ് കേരളത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ഈ നമ്മുടെ വടക്ക് പ്രദേശത്തായിട്ടുള്ള കുറെ കൂടി കണക്ഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കർണാടക ആയിട്ടാണെങ്കിലും മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറൻ തീരമായിട്ടാണെങ്കിലും ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരം, അവളായിട്ട് നമുക്ക് പണ്ടേ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ ഭാഷകൾ വ്യത്യസ്തമായി പോയെന്നുള്ളൂ, പക്ഷെ സാംസ്കാരികമായി ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ബോംബെയിൽ തന്നെ ഒരു 8 വർഷം താമസിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് കേർക്കർ എന്ന് പറഞ്ഞൊരു മഹാരാഷ്ട്രയിലുള്ള കേർക്കർ എന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അവർ കേർക്കർ ഫാമിലി ആയിട്ട്, കേർക്കർ സർനെയിം കേർക്കർ ആണ്. അപ്പൊ അവരെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവര് മഹാരാഷ്ട്രയുടെ തീരപ്രദേശത്ത്, അതായത് ഈ ശൂർപാരകം അല്ലെങ്കിൽ കൊങ്കണം എന്നുള്ള തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ കേർക്കർ എന്നുള്ളതിന്റെ ഒരു എറ്റിമോളജി അന്വേഷിച്ച് പോയപ്പോൾ അവര് ഈ തെങ്ങ് കയറുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നാളികേരം ഉപയോഗിച്ച് മറ്റേ വെളിച്ചെണ്ണയും നാളികേരമൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെപ്പോഴുള്ള ആൾക്കാരാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ആ കൾച്ചർ, അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരം തെങ്ങുമാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ അത് ഈ മറ്റേ ഗുജറാത്തിന്റെ ദക്ഷിണ ഭാഗം മുതൽ അങ്ങോട്ട് കന്യാകുമാരി വരെ ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു കൾച്ചറൽ യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മൾക്ക് ദക്ഷിണ പ്രദേശത്ത് നമുക്ക് തമിഴിൽ നിന്ന് രൂപപ്പെട്ട ഒരു മലയാള ഭാഷയും കൂടി വന്നപ്പോൾ നമുക്കൊരു അതിൻ്റെതായ ഒരു പ്രത്യേകത. അങ്ങനെയാണ് നമ്മൾ കന്നഡത്തിൽ നിന്ന് വ്യത്യാസം വന്നത്. അപ്പൊ നമുക്ക് തമിഴന്മാരായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളവും തമിഴും ഒരു സെയിം ലാംഗ്വേജിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, സെന്തമിഴ് എന്നുള്ള ലാംഗ്വേജിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പൊ ലിംഗ്വിസ്റ്റിക്കലി നമ്മൾ തമിഴന്മാരായിട്ട് ക്ലോസ് ആണ്. പിന്നെ നമ്മുടെ സംസ്കൃത ഭാഷയ്ക്ക് ഒരുപാട് സ്വാധീനം കേരളത്തിലുണ്ടായിരുന്നു. അതിനും കാരണമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ശൂർപാരക പ്രദേശത്തു നിന്നും പിന്നെ നർമ്മദ പ്രദേശത്തു നിന്നും ആളുകൾ എത്തി എന്നുള്ളത് കൂടാതെ അപ്പൊ അവരുടെ സംസ്കൃതി നമുക്ക് ലഭിച്ചു. അതായത് കൂടുതലും സംസ്കൃതം സംസാരിക്കുന്ന ആയിരിക്കാം ഈ നർമ്മദയിൽ നിന്നും പിന്നെ ശൂർപാരകത്തിൽ നിന്നും കേരളത്തിലെത്തിയത്. അത് കൂടാതെ അഹിച്ഛത്രം എന്നുള്ള അതായത് ഈ പാഞ്ചാല ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് അഹിച്ഛത്രം. അപ്പൊ അഹിച്ഛത്രം എന്നുള്ള ഒരുപാട് ബ്രാഹ്മണ വംശങ്ങള് ഇവിടെ മറ്റേ ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് മറ്റേ കൊങ്കണ പ്രദേശത്ത് ജീവിച്ചിരുന്നു. അവരാണ് നമ്മൾ കൊങ്കണി ബ്രാഹ്മൺസ് എന്ന് പറയുന്നത്. അതിൽ കുറെ പേര് അഹിച്ഛത്രത്തിൽ നിന്ന് കർണാടകയുടെ ദക്ഷിണ തീരത്ത് താമസിച്ചു. അതിലും കുറച്ച് പേര് കേരളത്തിലും വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവരാണ് ലാസ്റ്റ് വേവ്. അതായത് അഹിച്ഛത്ര ബ്രാഹ്മൺസ് ആണ് ഏറ്റവും ഒടുവിലായിട്ട് സംസ്കൃതം സംസാരിക്കുന്ന ഏറ്റവും ഒടുവിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കേരളത്തിലെത്തിയത്. പക്ഷേ നമ്പൂതിരി ബ്രാഹ്മണൻ എന്ന് പറയുന്നതെല്ലാം അഹിച്ഛത്രമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. ഇപ്പൊ അവരുടെ വംശാവലിയും അവരുടെ മറ്റേ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ അവർ അഹിച്ഛത്രത്തിൽ നിന്ന് വന്നാവുന്ന സാധ്യതയുണ്ട്. ഒരുപാട് പേര് അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകത്തിലും തീരപ്രദേശത്തും കേരളത്തിലും ഒരുപാട് ബ്രാഹ്മണ വംശങ്ങളുടെ ഒരുപാട് ബ്രാഹ്മണ കുടുംബങ്ങളുടെ ഒറിജിനൽ കുറച്ചുപേരുടെ അഹിച്ഛത്രത്തിലാണ്. പാഞ്ചാല രാജ്യത്തിലുള്ള അഹിച്ഛത്രം കുറച്ചുപേരുടെ ഈ കൊങ്കണം എന്ന പ്രദേശത്തും പിന്നെ കുറച്ചുപേർ നർമ്മദാ തീരത്തും കുറെ പേര് സരസ്വതി ബ്രാഹ്മണന്മാർ സരസ്വതി തീരത്തു നിന്നും വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ സംസ്കൃതം സംസാരിക്കുന്ന ആളുകൾ വന്നിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ നമുക്ക് തമിഴ് എന്നുള്ള ഭാഷയിൽ ഒരുപാട് സംസ്കൃത പദങ്ങൾ കൂടിച്ചേരുകയും അങ്ങനെ ഉണ്ടായ ഒരു ഭാഷയാണ് മലയാളം. അപ്പൊ നമ്മള് ഭാഷാപരമായിട്ട് നമ്മളുടെ അടിസ്ഥാനം തമിഴായിട്ടാണ്. പിന്നെ സാംസ്കാരികപരമായിട്ട് നമ്മുടെ ഭക്ഷണമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കണക്ഷൻ കൂടുതലും ഈ തീരപ്രദേശത്ത്, അതായത് ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും കർണാടകയും തീരപ്രദേശത്തുള്ള ആളുകളായിട്ടാണ് നമ്മുടെ കൂടുതലുള്ള ഒരു കണക്ഷൻ. അപ്പൊ നമുക്ക് ഈ രണ്ട് കണക്ഷൻ ഉണ്ട്. അതായത് ലിംഗ്വിസ്റ്റിക് കണക്ഷൻ, അത് തമിഴായിട്ടും പിന്നെ നമ്മുടെ കുളിനറി, നമ്മുടെ സാംസ്കാരികപരമായിട്ടും പിന്നെ നമ്മുടെ ഭക്ഷണപരമായിട്ടുള്ള കണക്ഷൻസ് നമ്മുടെ പശ്ചിമ തീരപ്രദേശമായിട്ട്, അതായത് മറ്റേ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, പശ്ചിമ ഇത് അത്ര ആളുകൾക്ക് അത്ര അറിയില്ല. അത് തമിഴായിട്ടുള്ള കണക്ഷൻ ആളുകൾക്ക് കുറെ അറിയാം, പക്ഷെ മറ്റേ ഭക്ഷണപരമായിട്ടും പിന്നെ സാംസ്കാരികപരമായിട്ട് ഒരുപാട്, ഇപ്പൊ നമ്മുടെ യക്ഷഗാനം, അതുപോലെ തന്നെയാണ് കഥകളി. പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് കാന്താര എന്നുള്ളൊരു സിനിമ വളരെ പ്രശസ്തമായി. അപ്പൊ അതിലുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ നമുക്ക് കൂടുതലും കേരളമായിട്ടാണ് നമുക്ക് അത് ഒരു മലയാളികളെ കഥ പോലെ തോന്നാൻ കാരണം അതുകൊണ്ടാണ്. കാരണം കൾച്ചറലി നമുക്ക് ആ ഒരു തെയ്യവും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും അതെല്ലാം നമ്മുടെ ഈ പശ്ചിമ തീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇപ്പൊ കേരളത്തിലെ നമ്പൂതിരി സമുദായം അത് ഭാരതത്തിലെ ബാക്കിയുള്ള ബ്രാഹ്മിൺ സമുദായത്തിനെക്കാൾ കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു? നമ്മള് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം നമ്മൾക്ക് വളരെ ഒരു 10th സെഞ്ചുറി സിക്ക് ശേഷമാണ് നമ്മൾക്ക് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പേരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. പക്ഷെ നമ്മളിപ്പോ ബ്രാഹ്മണ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പണ്ട് മുതൽ, അതായത് ഇപ്പോ മൗര്യ കാലഘട്ടത്തിൽ മുതലുള്ള ആളുകൾ നമ്മൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഇപ്പൊ പ്രീ മൗര്യന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ എന്റെ പുസ്തകത്തിലുള്ളതൊക്കെ. അതായത് ഇപ്പോ ഋഗ്വേദം, രാമായണം, മഹാഭാരതം, ഈ 3 പുസ്തകങ്ങളിൽ നമ്മൾ പരാമർശിക്കുന്നത് പ്രീ മൗര്യൻ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മീൻസ് അത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റെഫറൻസ് കൂടാതെയുള്ള ഇൻഡയറക്റ്റ് റെഫറൻസ് വെച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് സംസ്കൃതം സംസാരിക്കുന്ന ഒരുപാട് പേര്, ഒരുപക്ഷെ അത് സംസ്കൃത ഭാഷയും ദ്രാവിഡ ഭാഷയും രണ്ടും ഒരുമിച്ച് സംസാരിക്കുന്ന ബൈലിംഗ്വൽ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഗുജറാത്ത് തീരം, ദക്ഷിണ തീരം, ഗുജറാത്ത് പശ്ചിമ തീരം, മഹാരാഷ്ട്ര പശ്ചിമ തീരം, കർണാടക പശ്ചിമ തീരം, ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് കേരളത്തിലെത്തിയിട്ടുണ്ട്. അവരുടെ വർണ്ണം നമുക്കറിയില്ല. അവര് ഒരുപക്ഷെ എല്ലാ വർണ്ണത്തിൽപ്പെട്ട ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എല്ലാ വർണ്ണത്തിൽപ്പെട്ട ആളുകളും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്പൂതിരി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ബ്രാഹ്മണ വർണ്ണത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലുള്ള മൈഗ്രേഷൻസ്. അപ്പം അതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ എന്ന് പറയുമ്പോൾ അത് 10ാം നൂറ്റാണ്ട് കാലഘട്ടമൊക്കെയാണ്. അതായത് ഇപ്പോ സിലപ്പതികാരവും ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം, അതായത് തമിഴ് ഇതിഹാസങ്ങളും എഴുതി കഴിഞ്ഞു. 4ാം നൂറ്റാണ്ടിലൊക്കെ 4ാം നൂറ്റാണ്ട് മുതൽ 6ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ് ഇതിഹാസങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ചില മൈഗ്രേഷൻസ് നമുക്ക് വന്നിട്ടുള്ളത്. അഹിച്ചത്രത്തിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ കൊങ്കണ പ്രദേശത്തു നിന്നും പിന്നെ ഗോവ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് നമ്പൂതിരിമാര് ഇവിടെ കേരളത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ അതില് ബ്രാഹ്മണന്മാര്, അതില് ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് നമ്പൂതിരി എന്നുള്ള വിഭാഗം. അപ്പൊ അതിൽ നമ്മൾ ഇനി നമ്മുടെ ഇതിന്റെ പേര് അന്വേഷിച്ച് പോകണം നമ്മൾ. അതായത് നമ്പൂതിരി എന്നുള്ള നാമം ഏറ്റവും ആദ്യം ഉപയോഗിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ് എന്ന് അന്വേഷിച്ച് പോകണം. എന്നാൽ മാത്രമേ ഇതിന്റെ പഴക്കം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അതിനകത്ത് അത്ര വലിയ എക്സ്പെർട്ട് അല്ല, പക്ഷെ നമുക്ക് ഇപ്പൊ അറിവ് നമുക്ക് കയ്യിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലേക്ക് മുതലാണ് നമുക്ക് ഈ നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലെല്ലാം ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു വിഭാഗമായിരുന്നു നമ്പൂതിരി വിഭാഗം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അറിയാം ഒരു 10ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ചില കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു. അതായത് അതിന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചോളന്മാരും പാണ്ഡ്യന്മാരും അതായത് ചേര വംശം, കേരളത്തിൽ നമ്മൾ തമിഴ് ഇതിഹാസങ്ങളിൽ ചേര എന്നാണ് പറയുന്നത്. അപ്പൊ ചേര, പാണ്ഡ്യ, ചോള 3 രാജ്യങ്ങൾ തമ്മിൽ മഹായുദ്ധങ്ങൾ വരെ നടന്നിരുന്നു. അപ്പൊ യുദ്ധത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റ വംശത്തിലുള്ള ക്ഷത്രിയന്മാരെ എല്ലാവരും അവര് ഇത് നിരായുധരാക്കി മാറ്റും. നിരായുധരാക്കി മാറ്റിയതിനു ശേഷം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറഞ്ഞ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വംശങ്ങൾ കേരളത്തിൽ താഴോട്ട് പോയിട്ടുണ്ട്, ജാതിയിൽ താഴ്ന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ചോള രാജാക്കന്മാരുടെ ഒക്കെ ഒരു പുരോഹിതന്മാരായിട്ട് കുറച്ച് നമ്പൂതിരികളൊക്കെ, അത് ബ്രാഹ്മണന്മാരെ കുറച്ച് പേര് അവരെ പുരോഹിതന്മാരായി മാറിയിട്ടുണ്ട്. അപ്പൊ അവരെ ഏറ്റവും ഉയർന്ന നിലയിൽ വരികയും അങ്ങനെ അയിത്തം പോലുള്ള ആചാരങ്ങളൊക്കെ കേരളത്തിൽ രൂക്ഷമായിട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇടതുപക്ഷ നെറേറ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അവർ പ്രൊജക്ട് ചെയ്ത് 2000 വർഷത്തേക്ക് പഴമയത്തിലേക്കൊക്കെ എടുക്കും. പക്ഷെ അത് സത്യമല്ല. അപ്പൊ ഈ പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ ചോള പാണ്ഡ്യ കേരള യുദ്ധങ്ങൾ, ഇപ്പൊ ചോള രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറഞ്ഞ 10-ാം നൂറ്റാണ്ടിലൊക്കെയാണ് അവര് ചോള രാജവംശം ഒരു കേരളത്തിനെ എല്ലാം കീഴടക്കി, പാണ്ഡ്യ രാജാവിനെ കീഴടക്കി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയെ കീഴടക്കിയ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തില് കേരളത്തിൽ അധിനിവേശം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് ഇവിടുത്തെ രാജവംശങ്ങളെ താഴ്ത്തുകയും അപ്പോ അവര് ജാതിയിൽ താഴോട്ട് പോവുകയും പിന്നെ അവിടുത്തെ അവരുടെ പുരോഹിത വർഗ്ഗങ്ങൾക്ക് ഉയർന്ന സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ കേരളത്തിലുള്ള ഉച്ചനീചിത്വങ്ങളൊക്കെ വളരെ രൂക്ഷമായി മാറിയത്. അപ്പം അതാണ് ഒരുപാട് നമ്പൂതിരിമാർക്ക് വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നത് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടം എന്നാണ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം നമ്മളിപ്പോ ഒരു 4-ാം നൂറ്റാണ്ടിൽ പോയാൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അയിത്തമെന്നോ അങ്ങനത്തെ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ അങ്ങനത്തെ അവസ്ഥകളൊന്നും 4-ാം നൂറ്റാണ്ടിലുള്ള കാലഘട്ടത്തിലില്ല. ഇപ്പോ ഈ ശിലപ്പതികാരത്തിൽ പറയുന്ന ശങ്കുത്തവൻ എന്ന് പറയുന്ന ഈ രാജാവ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പോ പുള്ളിയുടെ വർണ്ണമൊന്നും കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. അപ്പോ കുറച്ചു പേര് പറയുന്നത് അത് ഈ ഈ ചെങ്കുത്തവൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈഴവംശം അല്ലെങ്കിൽ ചേകവംശമൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂക്ഷമായിട്ടുള്ള ജാതി വ്യവസ്ഥകളൊക്കെ എന്നുള്ളതല്ല, അത് അധികം നൂറ്റാണ്ടുകൾ മുമ്പ് വളരെ കൂടുതൽ നിലനിന്നിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ അതിനും വളരെ പഴയ പണ്ടകാലത്തുമൊക്കെ ഞങ്ങൾ ഒട്ടും, അതായത് നമ്മുടെ ഒരുപാട് ഡൈനാമിസം, നമ്മുടെ ഒരുപാട് മറ്റേ വ്യത്യസ്തമായിട്ടുള്ള ജാതികളോ അല്ലെങ്കിൽ ട്രൈബ് അവർക്കൊക്കെ ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഇങ്ങനെ മാറി മറിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇന്നൊരാള് ആണ് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നൊരാള് താഴ്ന്ന അവസ്ഥയിൽ, ഇപ്പൊ നമുക്ക് പറയാ വംശത്തിൽ നിന്നുള്ള രാജവംശങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു വളരെയധികം വോളറ്റൈൽ ആൻഡ് ഡൈനാമിക് ആണ് ഇത്. നമ്മളിപ്പോ പറയുന്ന ഈ ജാതി ഉച്ചനീചത്വങ്ങൾക്കൊക്കെ ഒരു 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉള്ളൂ. അതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തവും നമുക്ക് വിചിത്രമായി തോന്നുന്ന അവസ്ഥകളൊക്കെയാണ്. പറയാ രാജവംശങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് അന്ന് കാലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ ഫാമിലികൾ എല്ലാവർക്കും ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് അതായത് ഇന്ന ആൾക്കാർ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ OBC അങ്ങനെ ഇന്നത് അപ്പർ കാസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാര്യങ്ങൾ ഒരു പരിച്ഛേദമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പത്തെ അവസ്ഥ വളരെ ഡൈനാമിക് ആണ്. ഇപ്പൊ നമ്മൾ താഴ്ന്നു പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ രാജവംശത്തിലായിരിക്കും, ഉയർന്നു പറയുന്നത് താഴെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ വളരെയധികം ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. ജി, നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വെച്ച് ആ ഒരു ബേസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ താങ്കൾ ഒരു കേരളത്തെ കുറിച്ചൊരു പുസ്തകം ഒരു 4ാമത്തെ ഒരു പുസ്തകമായി എഴുതുവാണെങ്കിൽ അതിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും താങ്കൾ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്? ചോദിക്കാൻ കാരണം ഇതൊരു അങ്ങനെ ഒരു വെൽ റിസർച്ച് ടോപ്പിക് അല്ല. വളരെ കുറഞ്ഞ ആൾക്കാരെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ താങ്കൾ അത് എന്തൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതെ, ഇപ്പോ ഞാനിപ്പോ ഇതൊരു വളരെയധികം ഈ സംഘം മലയാളം ചാനലിന്റെ ഞാൻ വളരെയധികം നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പ്രത്യേക ജനപദം, അത് കേരളം എന്ന് പറയുന്ന ജനപദത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് സംസ്ഥാനം എന്ന് പറയുന്ന കേരളത്തെ കുറിച്ച് ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കിയത് ഈ ഒരു ടോക്കിലൂടെയാണ്. അപ്പം അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതുവാണെങ്കിൽ തീർച്ചയായും രാമായണത്തിലും മഹാഭാരതത്തിലും കേരളത്തെ കുറിച്ച് വളരെ കൂടുതൽ പരാമർശിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് റെഫറൻസും ഉണ്ട്. പിന്നെ ഋഗ്വേദത്തിൽ നമുക്ക് ഓൺലി ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ട്രേഡിൽ കേരളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കാം എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുക്കാം. അങ്ങനെ രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ അതിന് കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഗവേഷണങ്ങൾ കുറച്ച് കൂടുതൽ വേണം. അപ്പൊ നമുക്ക് മെറ്റീരിയൽ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ 3000 BC ഒരു മെറ്റീരിയൽ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തുറമുഖത്തിന്റെ മെറ്റീരിയൽ എവിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് 100% ഉറപ്പിക്കാൻ പറ്റും. അതായത് ഈ മറ്റേ ഋഗ്വേദത്തിൽ പറയുന്ന ചില നാവിക ട്രേഡ് റിലേഷൻഷിപ്പിൽ കേരളം പെട്ടിരുന്നു എന്നുള്ളത് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരപ്രദേശത്താണ് നമ്മുടെ ഗവേഷണങ്ങൾ മുഴുവൻ നടക്കുന്നത്. പക്ഷെ പണ്ട് കാലത്തെ തീരപ്രദേശം കുറച്ചും കൂടിയും വ്യത്യസ്തമായിരുന്നു. അപ്പൊ നമുക്ക് കടലിൽ പോയിട്ട് നമുക്ക് കടലിനടിയിൽ പോയിട്ട് നമുക്ക് ഈ സബ്മർജൻ സിറ്റീസ്, അതായത് ഇപ്പൊ ദ്വാരക പോലെയുള്ള സബ്മർജൻ സിറ്റീസ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ 3000 BC കാലഘട്ടത്തിൽ, അതായത് ഏർലി ഋഗ്വേദ കാലഘട്ടം,
അല്ലെങ്കിൽ സൂദാസ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള കേരളത്തിന്റെ അവസ്ഥ കണ്ടെത്തണമെങ്കിൽ നമ്മൾ കടലടിയിൽ പോയി തപ്പണം. അല്ലെങ്കിൽ നമ്മൾ പാണ്ഡവന്മാരും രാമനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു തുറമുഖം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ പുരാവസ്തു ഗവേഷകരോട് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയും അവർ പോയിട്ട് അത് കടലിനടിയിൽ പോയി അന്വേഷിക്കുകയും ചെയ്യുന്നു. കാരണം തീരപ്രദേശം വ്യത്യസ്തമാണ്. ഇന്ന് കാണുന്ന തീരപ്രദേശം അല്ല അന്ന് 2000-3000 BC-യിലുള്ള തീരപ്രദേശം. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് അന്വേഷണം പോകുന്നില്ല. അപ്പൊ അത് നമ്മളൊരു പുസ്തക രൂപേണ നമ്മൾ അത് അങ്ങനെ സമർത്ഥിക്കുകയും അങ്ങനെ ആ പുസ്തകം നമ്മൾ ഈ പുരാവസ്തു ഗവേഷകർക്ക് ഒരു സമർപ്പിച്ച് അവർക്കൊരു നിവേദനം പോലെ സമർപ്പിക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു ഗവേഷണം നടക്കാനും നമുക്ക് ഈ 2000 ഇപ്പോൾ നമുക്ക് ഒരു 1500 BC വരെ നമുക്ക് ഏകദേശം മഹാഭാരത രാമായണമൊക്കെ വെച്ച് നമുക്ക് ചരിത്രം നമുക്ക് ഒരു റീകൺസ്ട്രക്ട് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇനി പുരാവസ്തു ഗവേഷണം നടന്നേ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഒരു പുഷ്, അതായത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ കൂടാതെ നമ്മൾ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം. പിന്നെ ഞാൻ പുരാണങ്ങൾ, അപ്പൊ ഞാനിപ്പോ ഋഗ്വേദവും കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ക്രോണോളജിക്കൽ സീക്വൻസിലാണ് പോകുന്നത്. അപ്പൊ ഋഗ്വേദത്തെ കുറിച്ച് പുസ്തകം എഴുതി, ഇതിഹാസങ്ങൾ രാമായണ മഹാഭാരതത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതി, ഒരു പുരാണങ്ങളെ സംബന്ധിച്ച ഒരു പുസ്തകം എഴുതുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ ആ പുസ്തകത്തിൽ പുരാണത്തിൽ ഇനിയും കൂടുതൽ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാലഘട്ടം നമ്മൾ പരീക്ഷിക്കുമ്പോൾ നമ്മൾ അത് കുറെ പുരാണങ്ങൾക്ക് ഒരുപാട് ഓവർലാപ്പ് ഉണ്ട്. മൗര്യ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും പിന്നെ ഗുപ്ത കാലഘട്ടം, ശുംഗ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുരാണത്തിൽ പറയുന്നത്. ഇത് പലർക്കും അറിയില്ല. കാരണം പുരാണം നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഴയതെന്ന് ചിന്തിക്കും. പക്ഷെ ആക്ച്വലി അവരുടെ 80% ഫോക്കസ് അത് മറ്റേ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പുരാണത്തിൽ കൂടുതലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ പത്മപുരാണം അല്ലെങ്കിൽ സ്കന്ദപുരാണം എന്നുള്ളത് 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് എഴുതപ്പെട്ട പുരാണങ്ങളാണ്. അപ്പൊ അതിനകത്ത് ആ കാലഘട്ടത്തിൽ, അതായത് ഈ ഇസ്ലാമിക് ഇൻവേഷനൊക്കെ ഏതാണ്ട് ഒരു പകുതിയായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഈ പത്മപുരാണത്തിൽ സ്കന്ദപുരാണത്തിലെല്ലാം കിട്ടും. പിന്നെ ഭവിഷ്യപുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ പുരാണത്തിൽ നമുക്ക് അത് ഇസ്ലാമിക് ഇൻവേഷനെ കുറിച്ച് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ക്യൂൻ വിക്ടോറിയയുടെ രാജഭരണത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം 1900 CE വരെയുള്ള കാര്യങ്ങളൊക്കെ ഭവിഷ്യപുരാണത്തിലുണ്ട്. അപ്പൊ ഈ പുരാണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് കേരളത്തെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലുള്ള 5-10 അല്ല, ഒരുപാട് തീർത്ഥസ്ഥലങ്ങളും ഒക്കെ ഇപ്പോ ഈ നമ്മളിപ്പോ പറയുന്ന പേരുകളെല്ലാം ഉണ്ടല്ലോ. ഈ തിരുവനന്തപുരത്തിന് നമ്മൾ പറയുന്ന അങ്ങനെയുള്ള ആ പേരിന്റെ ഉത്ഭവങ്ങൾ വരെ നമുക്ക് ഈ പുരാണങ്ങളിൽ നിന്ന് കിട്ടും. പിന്നെ ഗുരുപവനപുരം, അതായത് ഗുരുവായൂർ, അങ്ങനെയുള്ള ആ ഐതിഹ്യങ്ങളെല്ലാം നമുക്ക് ഈ പുരാണങ്ങളിൽ കിട്ടും. അപ്പോൾ ഈ പുരാണം നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് അതിന്റെ ഒരു പുസ്തകം എഴുതി കഴിയുമ്പോൾ കേരളത്തെ കുറിച്ചുള്ള ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് അതിൽ നിന്ന് കുറെ കിട്ടും. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കേരളത്തെ കുറിച്ച് ഉള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് എഴുതാനുള്ള ഒരു പ്രചോദനം അതെനിക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു നാന്ദി കുറിച്ചത് ഈ ഒരു ടോക്കാണെന്ന് വേണമെങ്കിൽ പറയാം. നന്ദി ചേച്ചി, അത് തീർച്ചയായും സംഭവിക്കട്ടെ എന്ന് നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാം. ഇപ്പൊ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറായി. അപ്പോൾ ഒരുപാട് തിരക്കിനിടയിൽ സംഘം ടോക്സിന് വേണ്ടി സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി ചേച്ചി. ഇതുപോലുള്ള ചർച്ചകൾ നമുക്ക് വീണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.